ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഉദ്ദേശം വളർച്ച പ്രാപിക്കണം. और ഞായറാഴ്ച വന്നിട്ടല്ല നമ്മൾ ഒരുക്കേണ്ട മനസ്സും ചിന്തയും ശരീരവും ഒക്കെ ഒരുക്കേണ്ടതാണ്. എന്നാൽ ഇവിടെ വചനം പറയുന്നത് സമയത്തിലും അസമയത്തിലും നീ എന്ത് ചെയ്യണം? ഒരുങ്ങി നിൽക്കുക. രണ്ട് തിമോത്തിയോസിന്റെ ലേഖനം, നീ പാസ്റ്റർ ലേഖനം എടുക്കാൻ പോവാ. നമ്മൾ പുതിയ നിയമം പറയാറുള്ളത് 2-ാം അധ്യായം, उसका दूसरा अध्याय. എന്നോട് ഞാൻ ആദ്യം പ്രസംഗിച്ചതിന് ശേഷം നിങ്ങൾ പ്രസംഗിക്കാം. पहले हम अपने आप से भाषण प्रचार करेंगे, फिर आपको हम सुनाएंगे. 2-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം. उसका 15वां वचन. ठहराने का प्रयत्न करो जो लज्जित होने न पाए और जो सत्य वचन को ठीक रीति से काम में लेता हो. അപ്പൊ അടുത്ത മലയാളത്തിലും കൊണ്ടൊന്ന് പറഞ്ഞേ. അപ്പം സംഗതിയില്ലാത്ത, ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത. അപ്പൊ 2-3 കാര്യങ്ങളാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. 2-3 बातें यहाँ पर इन वचन के द्वारा परमेश्वर हमसे कह रहे हैं. രണ്ട് കാര്യങ്ങളാണ്, 2-3 കാര്യങ്ങൾ ഓർപ്പിക്കുന്നുണ്ട്. 2-3 बातें पवित्र आत्मा यहाँ पे याद दिला ഈ കർത്താവിന്റെ വചനം വായിക്കുകയും പഠിപ്പിക്കുകയും അത് പ്രസംഗിക്കുകയും ചെയ്യുന്ന നാം ഓരോരുത്തരും, ഞാൻ ഉൾപ്പെടെ, परमेश्वर के वचन को हम जो पढ़ रहे हैं, हम प्रचार कर रहे हैं, सीख रहे हैं, वो हमें भी यहाँ पर इंक्लूड करके. ദൈവം പറയുന്നത്, നീ ഏറ്റവും ഒടുവിൽ എൻ്റെ മുമ്പിൽ ലജ്ജിക്കുവാൻ ഇടവരരുത്, അതുകൊണ്ട് സൂക്ഷിച്ചു വേണം ഇത് പ്രസംഗിക്കാൻ. और परमेश्वर यहाँ पर कह रहे हैं कि अंत में जब तुम्हें वहाँ पर खड़ा किया जाएगा तो तुम खुद लज्जित ना हो, ऐसा परमेश्वर मुझे भी कह रहे हैं. നീ പ്രസംഗിച്ചുകൊണ്ട് അങ്ങ് നടന്ന് അവസാനം നീ പോലും അറിയാതെ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ലജ്ജിക്കുവാൻ ഇടവരുത്. പ്രസംഗിക്കുന്ന എന്താണെന്നും ഏതിൽ നിന്നാ പ്രസംഗിക്കുന്നതും എന്തുവാ പ്രസംഗിക്കുന്നതെന്നും ഉള്ളൊരു ബോധ്യത്തിൽ വേണം പ്രസംഗിക്കാനായിട്ട്. और जो आप प्रचार कर रहे हैं वो आप क्या प्रचार कर रहे हैं, किसके अंदर से प्रचार कर रहे हैं और किसके लिए और किसके बारे में प्रचार कर रहे हैं, उसका ध्यान मन में रखें. അവിടെ പറയുന്നു സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കണം. यहाँ पर हम पढ़ते हैं कि सत्य वचन को ठीक रीति से आप प्रचार करें. അപ്പം രണ്ടാമത്, ദൈവത്തിന്റെ ഉദ്ദേശം ഞാൻ കൊള്ളാകുന്നവനായി പുറത്തു വരാൻ വേണ്ടിയാണ് ഇത് പ്രസംഗിക്കേണ്ടത്. और परमेश्वर का उद्देश्य हमारे जिंदगी में कि हम सबसे अच्छे एक पात्र बने, वही परमेश्वर हमसे चाहते हैं. അവിടെ പറയുന്നു കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. यहाँ पर हम क्या पढ़ते हैं कि तुम एक अच्छे एक पात्र बनो, से तुम वहां पर खड़े रहे. ഞാൻ പറയുന്നത് പിടികിട്ടുന്ന കരങ്ങൾ ഉയർത്തി ദൈവം हाथों को उठाकर വരാം. ഒന്ന്, കർത്താവ് പറയുന്നത് നീ അത് ശ്രമിക്കണം. ഒന്ന്, എങ്ങനെ ശ്രമിക്കണം? എന്തിനു വേണ്ടി ശ്രമിക്കണം? ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായിട്ട് നിൽക്കാൻ ശ്രമിക്കണം. यहाँ पर परमेश्वर कह रहे कि तुम हमेशा प्रयत्न करते रहो. क्यों? ताकि तुम लज्जित ना हो जाओ. അപ്പം ഇതിനകത്ത് നമ്മുടെ ശ്രമം വളരെ അത്യാവശ്യമായ ഘടകമാണ്. और यहाँ पर सबसे उत्तम जो बात है वो हमारा प्रयत्न है. അപ്പം നമ്മൾ ഇതിന് ശ്രമിച്ചില്ലെങ്കിൽ ഹല്ലേലൂയ, നമുക്ക് അവിടെ എത്തിപ്പെടാനും പറ്റത്തില്ല, നമ്മൾ ലജ്ജിക്കുവാനും ഇടവരും. और यदि हम प्रयत्न ना करें तो हम वहां पहुंच भी नहीं पाएंगे, यहीं पर रह पाएंगे. ഏത് കാര്യത്തിനും ഒരു ശ്രമം ആവശ്യമാണ്. किसी भी विषय के लिए प्रयत्न जरूरी है. അതായത് കർത്താവ് കൈ പിടിച്ച് നിന്റെ ഇങ്ങനെ മുമ്പിലോട്ട് കൊണ്ടിടത്തില്ല. ഈ വചനം തിരിച്ചറിഞ്ഞവർ അതിനുവേണ്ടി ശ്രമിച്ചാലേ അതിനുവേണ്ടി കർത്താവ് നിർത്താനുള്ള കൃപയും കൂടെ തരത്തുള്ളൂ. इसका अर्थ यह है कि परमेश्वर आपको सब कुछ स्पून में रखकर आपको मुंह के अंदर डालकर नहीं देंगे, लेकिन आप प्रयत्न करो तो ही आप वो पा सकोगे. അപ്പൊ ഇതിന്റെ പിന്നിൽ ഒരു അധ്വാനം ആവശ്യമാണ്. इसके पीछे एक प्रयत्न जरूरी है. ഈ വചനം പഠിക്കാനും ഈ വചനം മനസ്സിലാക്കാനും ഈ വചനം പോലെ ജീവിക്കുവാനും ഞാൻ എന്നെ സമർപ്പിതപ്പെട്ട് ഓരോ ദിവസവും അതിനുവേണ്ടി ശ്രമിക്കുമ്പോഴാണ് കർത്താവ് നമ്മളെ അതിനെ ബലപ്പെടുത്തുന്നത്. और ये वचन को जब हम पढ़ेंगे, हम दिन प्रतिदिन उसमें मनन करेंगे और हम उस वचन के आधार पर जीने की प्रयत्न करें तो ही हम आगे बढ़ पाएंगे. ഇത് പ്രസംഗിച്ചുകൊണ്ട് നടക്കാൻ എളുപ്പമാണ്. ये भाषण इसके बारे में
करके आगे बढ़ना बहुत आसान है। ഇങ്ങനെ വചനം ഉരുവിടാതെ വിശ്വാസമുണ്ട് എന്ന് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും കൈകൊട്ടാനും ഒക്കെ എളുപ്പമാണ്. ये वचन को अपने मुख से कहकर और उसके बारे में आत्मा में आराधना करना और ये सब कुछ बहुत ही आसान है। ഇതിനു വേണ്ടുന്ന ഇമ്പോർട്ടൻസ് നാം മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും സ്വന്തം പരിശ്രമം കൊണ്ടും നൽകിയില്ലെങ്കിൽ നമ്മൾ പിന്നത്തേതിൽ ലജ്ജിക്കുവാൻ ഇടവരും. अगर हम इस वचन में जो मूल्य देनी है वो मूल्य हम नहीं देंगे तो अंत में हम लज्जित। അപ്പം 4-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം കൂടെ ഒന്ന് വായിക്കാം. चौथे वचन का आखिर भाग हम पढ़ेंगे। വചനം പ്രസംഗിക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. ഹിന്ദിയിലും കൂടെ വായിച്ചോ. कि तू वचन का प्रचार कर, समय और असमय तैयार रहे, सब प्रकार की सहनशीलता और शिक्षा के साथ उलाह न दे और डांट और समझा. അപ്പം വചനം പ്രസംഗിക്കുന്നവരുടെ ഏറ്റവും ക്വാളിഫിക്കേഷൻ പറയുന്നത് അത് സീസണിലും ഔട്ട് ഓഫ് സീസണിലും ബി റെഡി ഫോർ ദാറ്റ്, ബി പ്രിപ്പയർ ഫോർ യുവർ സെൽഫ്. जो वचन प्रचार करते हैं उनका एक खास उनकी आदत ये होनी चाहिए कि वो समय और असमय हमेशा ही तैयार रहे. നിനക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിലും, പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിലും, ആരാധിപ്പാൻ ഒരു അവസരം നമുക്ക് ചുറ്റുപാടും വന്നില്ലെങ്കിലും അതിനു വേണ്ടി ദൈവം ഒരുക്കി കഴിയുമ്പോൾ അന്നേരം നോക്കട്ടെ കാണട്ടെ എന്നുള്ള ചിന്തയിലല്ല, എപ്പോഴും പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്നവർക്ക് ഏത് സമയം വാതിൽ തുറന്നാൽ ദേ ആർ റെഡി ഫോർ ദാറ്റ്. अगर आपको वचन कहने के लिए या फिर आराधना करने के लिए, गीत गाने के लिए, प्रार्थना करने के लिए आपको सारी चीज़ें आपको ठीक से ना मिले तो भी हम जब तैयार रहेंगे तब जब परमेश्वर उसकी तैयारी हमारे सामने करे तो तुरंत ही हम ये देखें वो देखें ऐसे बहाना नहीं निकालेंगे, लेकिन हम उसमें जस्ट गिर पड़ेंगे, हम प्रार्थना शुरू कर देंगे. നമ്മൾ ഈ ഞായറാഴ്ച വന്നിട്ടല്ല നമ്മൾ ഒരുക്കേണ്ട മനസ്സും ചിന്തയും ശരീരവും ഒക്കെ ഒരുക്കേണ്ടതാണ്. हम इतवार को आकर नहीं अपने आप को तैयार करें, ऐसा नहीं. പലരുടെയും മുഖം കണ്ടു കഴിഞ്ഞാൽ ഈ ഞായറാഴ്ച ഇവിടെ വരുമ്പോഴാ അവർക്ക് ബോധം വരുന്നു, അയ്യോ ഞാൻ സൺഡേ ഇവിടെ ആണോ എന്നുള്ള ബോധം വരുന്നത്. कई लोगों के चेहरे को देखकर ऐसा लगता है कि वो यहाँ आकर बैठ, अरे संडे हो गया है. ചിലർ ഇരിക്കുന്ന ഇരിപ്പാണ്ട് ഇരിക്കുന്ന സ്ഥലം വരെ മറന്നു പോകും എവിടെ ഇരിക്കുന്നത് എന്നുള്ളത്. और कई लोगों को बैठता हुआ देखकर ऐसा लगता है कि वो भूल गए कि वो कहाँ बैठे हैं. ചില കണ്ണുകളിലേക്ക് ഓടിച്ചു നോക്കുമ്പോൾ അറിയാം ശരീരം കൊണ്ട് ഇവിടാണ്, മനസ്സും ചിന്തയും വേറെ എന്തോ ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഹൈ ലെവലിലാണ്. कई लोगों को उनके मुंह उनके आंखों में देखे तब पता चलता है कि वो शरीर से यहाँ पर है लेकिन वो कहीं कुछ कोसों किलोमीटर दूर उनका मन है. മനസ്സിൽ പല കാര്യങ്ങൾ ഓടിക്കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. उनका मन बहुत सारी बात चिंतित होकर वो आगे बढ़ रहे हैं. എന്നാൽ ഇവിടെ വചനം പറയുന്നത് സമയത്തിലും അസമയത്തിലും നീ എന്ത് ചെയ്യണം, ഒരുങ്ങി നിൽക്കുക. और वचन कहता है कि तुम समय पर और असमय में रहे. അപ്പോൾ പൗലോസേ നീ റോമാലേഖനത്തിനകത്ത് പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ അടുക്കൽ വരുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. पौलुस कहते हैं रोमियो की पत्री में कि मैं प्रार्थना कर रहा था तुम्हारे पास आने के लिए. പക്ഷേ പലപ്പോഴും അതിന് മുടക്കം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ പ്രിപ്പയർനെസ് ഞാൻ ഇതുവരെ മുടക്കം വന്നിട്ടില്ല. कई बार मुझे उसमें रुकावटें आई लेकिन मैं हमेशा ही तैयार रहा. ഒത്തിരി വട്ടം പ്രാർത്ഥിച്ചു, പല വഴികളും തുറന്നു, പിശാച് പല വഴികളും അടച്ചു, ചില വഴികൾ തുറക്കാതെ ദൈവം തന്നെ തുറക്കാതെ ഇരുന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ പ്രിപ്പയർനെസ് ഞാൻ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് മാറ്റി വെച്ചിട്ടില്ല. कई बार मैंने तैयारी की लेकिन रुकावटें आई, फिर भी मैं तैयार होता रहा, लेकिन अब कई बार मेरे रास्ते में रुकावट आई लेकिन फिर भी मैं गया. അതായത് ഞാൻ എൻ്റെ ഷൂ ഒക്കെ പോളിഷ് ചെയ്ത് പാൻ്റൊക്കെ തേച്ച് ഷർട്ടൊക്കെ തേച്ച് എൻ്റെ ബാഗൊക്കെ റെഡിയാക്കി ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുക, എപ്പം എനിക്ക് വഴി തുറന്നാൽ പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. उसका अर्थ ये कि मैं मेरे शू को पॉलिश करके, पैंट को इस्त्री करके, मुझे जब भी बुलावट आए तब मैं निकल जाऊं, वैसी तैयारी के साथ मैं बैठा हूं. അതായത് റോമിലോ അല്ലെങ്കിൽ ത്രോവാസിലോ തെസലോനിക്കയിലോ കൊലോസിയയിലോ വന്ന് പ്രസംഗിക്കാൻ വേണ്ടിയിട്ടല്ല മാത്രമല്ല ഞാൻ ഈ തയ്യാറെടുപ്പ് നടത്തുന്നത്, കർത്താവിന്റെ കാഹളനാദം കേൾക്കുമ്പോൾ പോകാനും കൂടെ തയ്യാറെടുപ്പ് ഇടിക്കുക. उसका अर्थ ये कि रोमियो में या त्रोआस में या फिर मैसेडोनिया में या फिर और कोई भी जगह पर जाने के लिए केवल ही नहीं, लेकिन जब तुरही फूके तभी भी मैं जाने के लिए हमेशा ही
ही तैयार हूँ। ഇന്ന് പകൽ ഈ വചനത്തിലൂടെ കർത്താവ് നമ്മളെ ഓർപ്പിക്കുന്ന നമ്മൾ തയ്യാറെടുത്തിട്ടുണ്ടോ? ഹല്ലേലൂയ. അതോ ഈ ഭൂമുഖത്തേക്ക് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണോ കർത്താവ് വരുമ്പോൾ പോകാനുള്ള തയ്യാറെടുപ്പ് നമ്മൾ നടത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ ശ്രമിക്കുക. आज वचन से परमेश्वर हमसे यही पूछ रहे कि क्या हम तैयार है, क्या हम इस दुनियादारी बातों की तैयारी कर रहे हैं, या फिर जब तुरही फूके तब हम जाएंगे या नहीं. അതുകൊണ്ട് പൗലോസ് ഹല്ലേലൂയ പറയാ തിമോത്തിയോസിനോട്, മോനെ സമയത്തിലും അസമയത്തിലും നീ എന്ത് ചെയ്യണം? ഒരുങ്ങി നിൽക്കണം. इसलिए पौलुस तीमुथियुस से यही कहते हैं कि मेरे बेटे तुम समय पर और असमय पर तैयार हो या नहीं. Whether you have given an opportunity or not, you must be ready for yourself at any time for his calling. तुम्हें मौका मिले या ना मिले, तुम समय असमय हमेशा ही तैयार रहें. അപ്പം ഇതിനു വേണ്ടി ശ്രമിക്കാത്തവർ, ഇതിനു വേണ്ടി അധ്വാനിക്കാത്തവർക്ക് ഉള്ളതല്ല സ്വർഗരാജ്യവും. जो इसके लिए प्रयत्न ना करे उनके लिए स्वर्ग राज्य है ही नहीं. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട കർത്താവിന്റെ അഭിഷേകം പ്രാപിച്ചത് കൊണ്ട് മാത്രം സ്വർഗരാജ്യത്തിൽ പോകത്തില്ല. അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ആ രാജ്യം जो വെച്ചിരിക്കുന്നത്. उद्धार पाए बपतिस्मा ले पवित्र आत्मा है, केवल उनके लिए ही नहीं लेकिन उसके लिए प्रयत्न भी करे उनके लिए है स्वर्ग ഇന്ന് राज्य. പകൽ അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേരുണ്ട്? അതിനായിട്ട് ഒരുങ്ങുവാൻ, ഒരുക്കപ്പെടുവാനായിട്ട് जितने लोग उसके ഏൽപ്പിക്കപ്പെടുന്ന लिए എത്ര तैयार പേരുണ്ട്? है वो हाथ उठाएं. അല്ലെങ്കിൽ അങ്ങനെ ഉള്ളവർക്കാണ് സ്വർഗരാജ്യമുള്ളത്. उन्हीं के लिए है स्वर्ग का राज्य. അതുകൊണ്ട് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത് വർക്ക് ഔട്ട് ഫോർ യുവർ സാൽവേഷൻ, നിന്റെ ഹല്ലേലൂയ, നിന്റെ ഹല്ലേലൂയ രക്ഷയ്ക്ക് വേണ്ടി നീ പരിശ്രമിക്കണം. इसलिए फिलिपियों की पत्री में हम पढ़ते हैं कि तुम्हारे उद्धार के लिए तुम कार्य करते रहो. ദൈവത്തിന്റെ ഹിതം നമ്മളെ കുറിച്ച് എന്താണ്? परमेश्वर का हित हमारे लिए क्या है? കൊലോസ്യ ലേഖനം 2-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 19-ാമത്തെ വാക്യം വായിക്കാം. കർത്താവിന്റെ ഹിതം എന്താണ്? कोलोसियों की पत्री उसका 2रा अध्याय उसका 19वां वचन परमेश्वर के हित के बारे में. നമ്മളിങ്ങനെ ശ്രമിക്കുന്നതും പരിശ്രമിക്കുന്നതും എപ്പോഴും ഒരുങ്ങി നിൽക്കുന്നതിന്റെ പിന്നിലെ കർത്താവിന്റെ ഉദ്ദേശം എന്താണ്? हम इतना प्रयत्न और परमेश्वर के लिए हम खड़े हैं, उसका उद्देश्य क्या है? കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 19-ാമത്തെ വാക്യം. 2:19 കൊലോസിയോं की पत्री. തലയായവ നിൽക്കുന്നല്ലോ ശരീരം മുഴുവൻ, തലയായവൻ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. ആമേൻ. 2-3 കാര്യങ്ങൾ കാണുന്നു. ഹിന്ദി വേണേ വായിച്ചോ. അപ്പോൾ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം, ഈ തലയാകുന്ന ക്രിസ്തുവിൽ ശരീരമാകുന്ന നമ്മളെ ചേർത്ത് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് മരിച്ചവനെ പോലെ, ചത്തവനെ പോലെ അയ്യോ പാവം എന്ന് പറഞ്ഞ് ഇങ്ങനെ കിടക്കാനല്ല, മറിച്ച് തലയായവനിൽ ഒരു ജീവനുണ്ട്. ആ ജീവൻ നിന്റെ ശരീരത്തിലും വ്യാപരിക്കണം. परमेश्वर जो हमारे जो शिरोमणि हैं, उनके अधीन, उनके अंडर में हम इसीलिए रखा है परमेश्वर ने, ताकि हम मरे हुए जैसे जड़ के जैसे बैठे नहीं, लेकिन उनमें जो जीवन है वो जीवन हमारे अंदर भी दिखे और हम उसके अनुसार जी सके. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ശരീരം മുഴുവനും ചൈതന്യം പ്രാപിക്കണം. ആ വാക്ക് ശ്രദ്ധിച്ചോ. ശരീരം മുഴുവനും എന്ത് ചെയ്യണം? ഒന്ന് പറഞ്ഞേ. यहाँ पर सारी देह जोड़ो और पठो में. ഒന്ന് പറഞ്ഞ, ശരീരം മുഴുവൻ, അതിലെ ഒരംശം പോലും അജീർണത പ്രാപിപ്പാനോ ജീവനില്ലാതോ ഇരിക്കാൻ ദൈവത്തിന് ആഗ്രഹമില്ല. ശരീരത്തിന്റെ ഏതെല്ലാം കോശങ്ങളുണ്ടോ അതെല്ലാം ജീവൻ പ്രാപിക്കാനാണ് ദൈവത്തിന്റെ ഉദ്ദേശം. परमेश्वर ने हमारे हर एक जोड़ों पर और हमारे हर एक पटों पर उनके ऊपर सब पालन पोषण देकर हम एक साथ ताकत के साथ रहे. यही परमेश्वर चाहते हैं, उसमें कोई अंश बाकी नहीं रहे. രണ്ടാമത്തെ ദൈവത്തിന് നമ്മളെ കുറിച്ച് ഉദ്ദേശം വളർച്ച പ്രാപിക്കണം. और दूसरा परमेश्वर हमसे चाहते हैं कि हम बढ़ोतरी पाएं. ഒന്ന് പറഞ്ഞ, ദൈവത്തിന് എന്നെ കുറിച്ചുള്ള ആഗ്രഹം എന്താണ്? വളർച്ച പ്രാപിക്കണം. परमेश्वर हमसे चाहते हैं कि हम बढ़ोतरी पाएं. അപ്പം വളർച്ച പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്ത്. परमेश्वर में बढ़ना चाहते हैं. നമ്മുടെ ദൈവം നമ്മുടെ നാശമല്ല ആഗ്രഹിക്കുന്നത്, നമ്മുടെ ദൈവം നമ്മുടെ വളർച്ചയെ ആഗ്രഹിക്കുന്നു. परमेश्वर हमारा नाश नहीं लेकिन हमारी बढ़ोतरी चाहते हैं. നമ്മുടെ ദൈവം നമ്മുടെ ശരീരം നിർജീവമായി പോകാനല്ല, ശരീരത്തിന്റെ ഓരോ കോശങ്ങളും ജീവൻ പ്രാപിക്കാനും ചൈതന്യം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നു. परमेश्वर ये नहीं चाहते कि हम निर्जीव बनकर पड़े रहे, लेकिन हमारे हर एक मांसपेशियों में परमेश्वर का जीवन मन रहा है. അതുകൊണ്ട് പത്രോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് മറ്റുള്ളവരെ നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായി തീരണം. इसलिए पौलुस ये कहते हैं कि तुम्हें आशीष करने के लिए बुलाया गया है, इसलिए तुम दूसरों को आशीष करते रहे. നമ്മുടെ ശരീരത്തിന്റെ ഓരോ കോശങ്ങളിലും ജീവൻ പ്രാപിക്കുമ്പോൾ നമ്മൾ അറിയാതെ മറ്റുള്ളവരെ അനുഗ്രഹിച്ചു പോകും. जब हमारे शरीर के हर एक अंगों में हम जीवन प्राप्त करेंगे तो हम अनजाने में ही दूसरों को आशीष करते रहेंगे. നമ്മുടെ ശിരസിന്റെ കോശങ്ങളിൽ ആ ചൈതന്യം വ്യാപരിക്കുമ്പോൾ, അത് നാവിൽ വ്യാപരിക്കുമ്പോൾ
അത് കണ്ണിൽ വ്യാപരിക്കുമ്പോൾ നാവ് കൊണ്ട് കേഴ്സിംഗ് അല്ല, മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ അറിയാതെ ആ ചൈതന്യം जब വെളിപ്പെടും. हमारे सिर पर ही परमेश्वर की जीवन मंडराएगी, तब हम हमारे जबान से दूसरों को श्राप नहीं बल्कि उन्हें आशीष करते रहेंगे. രക്തം ഓടാത്ത സെല്ലുകളെ വിളിക്കുന്ന പേരാണ് അല്ലെങ്കിൽ ക്യാൻസർ എന്ന് പറയുന്നത്. जिस सेल में रक्त नहीं बहता उसे कैंसर कहते हैं. അപ്പം ഹല്ലേലൂയ, യേശുവിലുള്ള ആ ചൈതന്യം നമ്മളിൽ വിശ്വാസമാകട്ടെ, പ്രത്യാശയാകട്ടെ, ജീവനാകട്ടെ അതെല്ലാം വ്യാപരിക്കുമ്പോഴാണ് ആ കോശങ്ങളിൽ വിശ്വാസം പ്രഖ്യാപിക്കുന്നത്. और हमारे जो भी जड़ है, हमारी जो भी मांसपेशी है, सभी पर परमेश्वर का ही रक्त बहेगा और वहां पर जीवन देखेंगे. ഇപ്പോഴും സന്ദർഭങ്ങൾ വരുമ്പോൾ ആദ്യം മറ്റുള്ളവനെ കുറിച്ചുള്ള കുശുമ്പാണ് വരുന്നെങ്കിൽ ചൈതന്യം ആ കോശത്തിൽ വ്യാപരിച്ചിട്ടില്ല. और अभी भी यदि दूसरों की अच्छाई को सुनकर आपको उसमें गुस्सा आ रहा है या फिर घृणा हो रही है, तो फिर उसका अर्थ आपके उस जगह पर परमेश्वर की जीवन नहीं है. മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കാൻ കഴിയാത്തതാണെങ്കിൽ നമ്മുടെ ആ കോശത്തിൽ ചൈതന്യം വ്യാപരിച്ചിട്ടില്ല. दूसरों की अच्छाई पर यदि आप खुश नहीं हो सकते, तो फिर आपके अंदर बहुत घृणा है, आप में गुस्सा है, आपके उस भाग में परमेश्वर का जीवन नहीं है. അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ചുള്ള വൈരാഗ്യവും ദുശാഠ്യവും അകത്ത് നമ്മൾ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് അല്ലെങ്കിൽ ദൈവശക്തി ചൈതന്യം വ്യാപരിച്ചിട്ടില്ല, അത് സമർപ്പിക്കപ്പെടണം. दूसरों के प्रति आपको प्यार या फिर दूसरों के प्रति आपको घृणा और उनका अच्छाई आप देख ही नहीं पाते, तो आपकी जिंदगी में परमेश्वर का जीवन नहीं ഈ है. വചനം കേൾക്കുമ്പോൾ കോട്ടുവാ വിടാൻ തോന്നുന്നുണ്ടോ? यदि क्या आप ये वचन सुनकर बगासा खाने के लिए इच्छा होती है आपको? ഉറക്കം വരുന്നുണ്ടോ आपको नींद आ रही है क्या? എന്ന് പറഞ്ഞാൽ അവിടെ ജീവൻ വ്യാപരിച്ചിട്ടില്ല, ചൈതന്യം വ്യാപരിക്കാനുണ്ടെന്ന് അർത്ഥം. उसका अर्थ ये कि आपके अंदर अभी जीवन नहीं है, वहां पर परमेश्वर का जीवन आना बाकी है. ഇന്ന് പകൽ എല്ലാ മേഖലകളിലും ഈ ജീവൻ വ്യാപരിക്കണം. आज आपके हर एक क्षेत्र में, आपके शरीर के हर एक पोर्शन में परमेश्वर का जीवन होना जरूरी है. കർത്താവിന്റെ രണ്ടാമത്തെ ആഗ്രഹം വളർച്ച പ്രാപിക്കണം. परमेश्वर की दूसरी इच्छा हमारे लिए कि हम उसमें बढ़ोतरी पाए. അത് എങ്ങനത്തെ വളർച്ചയായിരിക്കണം? और वो किस तरह होगी? അവിടെ കർത്താവ് ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്, അല്ല പൗലോസ് ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്, അല്ലെങ്കിൽ ദൈവികമായ വളർച്ച പ്രാപിക്കണം. यहाँ पर पौलुस कहते हैं कि परमेश्वर की ओर से हम बढ़ोतरी पाए. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സമയത്തും ദൈവഹിതപ്രകാരം ദൈവാലോചന പ്രകാരമാണ് നീ വളർച്ച പ്രാപിക്കേണ്ടത്. उसका अर्थ ये कि परमेश्वर के हित के अनुसार, परमेश्वर की इच्छा के अनुसार, उनके समय पर ही हम बढ़ोतरी അപ്പം पाएंगे. ദൈവികമല്ലാത്ത നമ്മുടെ പ്ലാനുകളും ചിന്തകളും സ്ട്രാറ്റജികളും ആലോചനകളും ഒന്നും അല്ലെങ്കിൽ നമ്മളെ വളർച്ചയിൽ എത്തിക്കത്തില്ല, മുരടിപ്പിക്കുന്നതാണ്. और यदि परमेश्वर की इच्छा किसी विषय में नहीं है, उनकी इच्छा के बगैर हम कुछ भी बढ़ोतरी पाए, तो वो हमें बढ़ोतरी नहीं, हमें मुरझा അത് देगी. പലപ്പോഴും നമ്മളെ ബന്ധനത്തിൽ കൊണ്ടു നിർത്തും. और वो कई बार हमें बंधन की ओर लेकर जाते हैं. അതിനെയാണ് നമ്മൾ പറയുന്നത് ബന്ധനം എന്ന് പറയുന്നത്. और उसी को ही हम बंधन कहते हैं. അതിനെയാണ് പറയുന്നത് ആ കെട്ടെന്ന് പറയുന്നത്. उसी को हम एक गांठ कहते हैं. ദൈവഹിതപ്രകാരം വളരാൻ കഴിയാത്ത പല ചിന്തകളും വിചാരങ്ങളും അല്ലെങ്കിൽ ആലോചനകളും നമ്മളെ ബന്ധിച്ചാക്കുകയാണ്. परमेश्वर के हित के बिगर, उसके बगैर हम जो भी सोचते हैं उसमें सब हम बंधित हैं. നമ്മളെ സമയത്തിലും അസമയത്തിലും നമ്മളെ ഒരുങ്ങാൻ അത് സമ്മതിക്കത്തില്ല. हम समय और असमय तैयार रहने हमें अनुमति नहीं देगा. വചനം കേൾക്കുമ്പോൾ ഉറക്കം വരുന്നു, वचन जब सुने तब नींद आएगा. പ്രാർത്ഥനയ്ക്ക് പോകാനുള്ള ഉത്സാഹം കുറയുന്നു, प्रार्थना में जाने के लिए उत्साह नहीं रहेगी. ആരാധനയ്ക്ക് പോകാനുള്ള ഉത്സാഹം കുറയുന്നു. आराधना में जाने के लिए भी उत्साह नहीं रहेगी. എല്ലാത്തിനും കുറഞ്ഞു വന്ന് നമ്മുടെ കോശത്തിനകത്ത് ജീവൻ വ്യാപരിക്കാതെ മനസ്സിന്റെ മാനസികമായ ലോകം ബന്ധിക്കപ്പെടുകയാണ്, ലോകത്താൽ ബന്ധിക്കപ്പെടുക. सभी में हम कम होकर हम मानसिक तौर से हमारे पूरे शरीर में हम बंधित हो जाएंगे. ആ കഥ അങ്ങടച്ചേക്കാവോ? ഹല്ലേലൂയ. അപ്പം നമുക്ക് വളർച്ച തരാത്തത് എന്തോ അതെല്ലാം ബന്ധിക്കപ്പെട്ട അവസ്ഥയാണ്. हमें जो बढ़ोतरी नहीं देती वो सब हमारे लिए एक बंधन है. അതെല്ലാം വിളിക്കുന്ന ഒരു പേരുണ്ട്, അതെല്ലാം ഗ്രേ ഏരിയാസ് എന്ന് വിളിക്കും. और उसे हम अपने भाषा में ग्रे एरिया कहते हैं. അതില്ലേ എന്ന് പറഞ്ഞാൽ അതങ്ങനെ കിടക്കുക, ആർക്കും അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല. നമ്മൾ ഇന്നത്തെ കാലത്ത് വിളിക്കുന്ന അത് എൻ്റെ പ്രൈവറ്റ് സ്പേസ് ആണെന്നാ പറയുന്നത്. आज के इस आधुनिक काल में हम उसे कहते हैं मेरा प्राइवेट स्पेस है, आप उसमें नहीं आ सकते. പ്രൈവറ്റ് സ്പേസ്, പ്രൈവറ്റ് ഡിസ്റ്റൻസ്, മറ്റുള്ളവരിൽ നിന്ന് ഡിസ്റ്റൻസ് പ്രാപിക്കുന്നവൻ അവൻ ഗ്രേ ഏരിയയിലാണ് ബന്ധിക്കപ്പെട്ടിരിക്കുക.
और जो दूसरों से वैसा एक डिस्टेंस रखकर जो बढ़ते हैं वो एक ग्रे एरिया में वो बंधित है उस दिशा में. എന്ന് പറഞ്ഞാൽ ആരാധിക്കുന്നവന്റെ കൂട്ടത്തിൽ ഇരിക്കാതെ മാറ്റി നിർത്തുന്ന ബന്ധനം ഉണ്ടെങ്കിൽ അത് നീ ഗ്രേ ഏരിയയിലാണ്, അത് പിശാച് നിന്നെ ബന്ധിച്ചുകൊണ്ടിരിക്കുക. उसका अर्थ ये कि आप आराधकों के बीच में आप नहीं बैठ सकते, आप अलग ही बैठना चाहते हैं, तो उसका अर्थ कि आप बंधित हो. ഈ കൂട്ടായ്മയുടെ ഇടയിൽ ചേരാൻ കഴിയാതെ വളർച്ച പ്രാപിക്കേണ്ട കാര്യങ്ങളിൽ ഉത്സാഹിതരാകാതെ മാറ്റി നിർത്തുന്നെങ്കിൽ യു ആർ ഇൻ എ ഗ്രേ ഏരിയ. അത് പിശാച് നിന്നെ ബന്ധിച്ചുകൊണ്ടിരിക്കുക. आप दूसरों के साथ आगे आत्मिक तौर में बढ़ नहीं पा रहे, तो उसका अर्थ ये कि आप बंधित होते जा रहे हो. എന്നാൽ ചില കാര്യങ്ങളിൽ നമ്മൾ തന്നെ ചില കാര്യങ്ങൾ നിയമങ്ങൾ വെക്കും. और कई बातों में हम अपना ही नियम किसी विषय में रख देते അത് हैं. ആത്മീയ വിഷയത്തിലായിരിക്കാം, പക്ഷെ അതും ചിലപ്പോൾ നമുക്ക് ബന്ധമാണ്. और वो हो सकता है आत्मिक विषय हो, लेकिन वो भी हमारे लिए कभी बंधन बन അതിന്റെ जाता है. 20-ാമത്തെ വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: തൊടരുത്, പിടിക്കരുത്, കുടിക്കരുത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല നിയമങ്ങൾ കൊണ്ട് നാം ആത്മീകമെന്ന് വിചാരിക്കുന്ന പല നിയമങ്ങൾ കൊണ്ട് നമ്മളെ എന്ത് ചെയ്യുക? കെട്ടി വരിഞ്ഞ് മുറുക്കിയിരിക്കുക. और इसके 20वें वचन में हम पढ़ते हैं ये मत करो, ये मत खाओ, वहां न जाओ, ये मत करो, ऐसे सारे विषय को हम ही बंधन बना देते हैं. 21-ാമത്തെ വാക്യത്തിനകത്തൊന്ന് വായിക്കാം, എല്ലാം വായിക്കാൻ സമയമില്ല. 21वां वचन 21-ാം വാക്യം വായിച്ചാട്ടെ. कि यह न चुना उसने, यह न चखना और उसे हाथ न लगाना. Do not handle, do not taste, do not touch. ഉപദേശങ്ങൾക്കും അനുസരണമായി ആ പിടിക്കരുത്, രുചിക്കരുത്, തൊടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത്? അടുത്ത വാക്യം കൂടെ. ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നതത്രേ. ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നതാണ്. ये सब वस्तुएं काम में लाते लाते नष्ट हो जाएंगी. ഇതെല്ലാം എന്തിനാ വെച്ചെന്ന് ചോദിച്ചാൽ ഞാൻ ചിന്തിച്ചത് ഇതെല്ലാം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വളരാൻ പറ്റും, ഞാൻ ആത്മീയനായി തീരും എന്നുള്ള ചിന്ത പലപ്പോഴും നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ये सब रखा क्यों था कि मैं ये सोच रहा था ये सब होने के बाद मैं आत्मिक तौर में बढ़ पाऊंगा. ചിലവര് അല്ലെങ്കിൽ ഒത്തിരി ആത്മീയം കൂടി കഴിയുമ്പോൾ, ഒത്തിരി വിശുദ്ധി കഴിയുമ്പോൾ, കൂടി കഴിയുമ്പോൾ അവരാരോടും മിണ്ടത്തില്ല, മാറി നിൽക്കും. कई लोग ऐसे हैं जो आत्मिकता में इतना बढ़ जाते हैं कि वो दूसरों से बात भी नहीं करते. എന്നാൽ ഇങ്ങനെയുള്ള നിയമങ്ങളല്ല നമ്മളെ ആത്മീയ വളർച്ചയിൽ കൊണ്ടുവരുന്നത്. മറിച്ച് ഞാൻ ക്രിസ്തുവിനോട് ഒട്ടപ്പെട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ക്രിസ്തുവിനോട് അനുരൂപരായി തീരുമ്പോൾ ഓരോ ദിവസവും അവന്റെ തലയിൽ നിന്നുള്ള ചൈതന്യം സർവ്വ ശരീരത്തിന്റെ കോശങ്ങളിലേക്ക് അത് വ്യാപരിക്കുക. लेकिन जब मैं परमेश्वर यीशु मसीह के उनके सिर के अधीन में रहता हूं, तो उनका जो जीवन है वो मेरे हर एक नस में जब दौड़ेगी तो मैं उनके हिसाब से ही जीऊंगा. ഞാൻ ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുമ്പോൾ, मैं जब उनके साथ बनकर रहूं तब, ക്രിസ്തുവിൽ ഞാൻ ആയിത്തീരുമ്പോൾ, जब मैं उनके अंदर ही रहूं तब, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് എന്റെ ജീവിതത്തെ നയിക്കുമ്പോൾ, जब मैं पवित्र आत्मा के अधीन अपनी जिंदगी बिताऊंगा, അവന്റെ ചൈതന്യം എന്റെ ശിരസ്സു മുതൽ പാദം വരെ അത് വ്യാപരിക്കുക. उनका जो जीवन है वो मेरे सिर से लेके पांव तक मंडराएगी. അതെന്റെ കണ്ണുകളിലും നാവുകളിലും എന്റെ അവയവങ്ങളിലെല്ലാം ആ ചൈതന്യം കാണാൻ കഴിയും. वो मेरे शरीर के हर एक अंगों में, आंखों में, मुखों में और मेरे हर एक बातों में आप देख पाओगे. അതുകൊണ്ടാണ് നമുക്ക് ക്രിസ്തുവിൽ വളരണേണ്ടതിന്റെ വലിയ പ്രാധാന്യം സഭയിൽ പഠിപ്പിക്കുന്നത്. इसलिए हम ज्यादा मूल्य यीशु में बढ़ने के लिए हम देते हैं. അതുകൊണ്ടാണ് നമ്മൾ ലേഖനങ്ങൾ കൂടുതലായിട്ട് പഠിക്കുന്നത്. इसलिए हम इन पत्रियों को ज्यादा पढ़ते हैं. അതുകൊണ്ടാണ് പുതിയ നിയമങ്ങൾ കൂടുതലായി സംസാരിക്കുന്നത്. इसलिए नए नियम से हम ज्यादा सिखाते हैं. കാരണം പഴയ നിയമങ്ങൾക്കനുസരിച്ചല്ല നിന്റെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത്, ക്രിസ്തുവിനോട് ചേർന്ന് നടന്നു വേണം നമ്മൾ രൂപീകരിക്കപ്പെടാൻ. उसका अर्थ ये कि पुराने नियम के अनुसार उसके हिसाब से नहीं, लेकिन आप यीशु के साथ बढ़ने के लिए परमेश्वर അപ്പോൾ 23-ാമത്തെ വാക്യത്തിനകത്തൊന്ന് വായിച്ച് നമ്മൾ അടുത്ത കാര്യങ്ങളിലേക്ക് നീക്കാം. 23. 23वां वचन. അതൊക്കെയും സ്വേച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിന്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിന്റെ പേര് മാത്രമുള്ളത്, ജഡാഭിലാഷം അടക്കുവാനോ പ്രയോജനമുള്ളതല്ല. എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം എന്താ ചെയ്യുന്നത്? സ്വേച്ഛാരാധനയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതെല്ലാം വേണം, സഭയ്ക്കകത്ത് ഇതെല്ലാം വേണം എന്ന് കർശനമായിട്ട് ശാഠ്യം പിടിച്ച് അതിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു ഷോർട്ട് സൈറ്റഡ് ആയിട്ടുള്ള ഒരു ആത്മീക ജീവിതമല്ല. അതിനപ്പുറത്ത് പരിശുദ്ധാത്മാവ് വെച്ചിരിക്കുന്ന ചില ആഴങ്ങളുണ്ട്, അതിനെ വേണം നീ കയറി പിടിക്കാനായിട്ട്. इसका अर्थ ये 23वें वचन में कि जो हमारे रीति रिवाज है उसको ही हम आगे रखकर उसमें बंधित हो जाते हैं, ऐसा नहीं. लेकिन पवित्र आत्मा चाहती है कि हम उसके सब विपरीत, उससे भी कई आगे बढ़े. അവിടെ പറയുന്നത് പ്രൊമോട്ടിംഗ് സെൽഫ് മെയ്ഡ് റിലീജിയൻ എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ അങ്ങ് പ്രൊമോട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്.
इसका अर्थ ये कि हम अपनी इच्छा के अनुसार घड़ी हुई भक्ति की रीति, എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെല്ലാം പോയാലും ഞായറാഴ്ച ആരാധനയ്ക്ക് വരും ഇവിടെ. उसका अर्थ ये कि मैं कहीं भी जाऊं मैं इतवार को यहाँ पर आराधना के लिए आऊंगा. മറ്റുള്ളവരെ നമ്മൾ നോക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ പറയുന്ന പേരാണ് ഞാൻ വിശുദ്ധനൻ. दूसरों के कंपैरिजन में उनकी तुलना में मैं एक बहुत ही अच्छा विश्वासी ഞായറാഴ്ച വരുന്നു, ഞാൻ ആരാധിക്കുന്നു, എല്ലാ ഞായറാഴ്ചയും ഞാൻ മുടങ്ങാതെ വരുന്നുണ്ട് ആ 2.5 മണിക്കൂർ. हूं. इसका अर्थ ये कि मैं यहाँ पर आता हूँ और 2-2.5 घंटे में आराधना करता हूँ, दूसरों के विपरीत. നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ആത്മീയ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന പേരാണ് റിലീജിയൻ. और ये हम अपने लिए ही एक स्टैंडर्ड बना देते हैं और उसको ही हम एक റിലീജിയൻ कहते हैं. മനസ്സിന് സുഖം വരുന്നതും നമുക്ക് സന്തോഷം തരുന്നതുമായ കാര്യങ്ങളിൽ നിന്ന് ഒതുക്കി വെക്കുന്നതാണ് റിലീജിയൻ എന്ന് പറയുന്നത്. हमको मन में थोड़ी शांति मिले, हमको खुशी मिले, उसी को हम एक रिलीजन बना देते हैं. 2.5 മണിക്കൂർ നമ്മൾ ഇവിടെ കീബോർഡ് വായിക്കുന്നു, ഗിറ്റാർ വായിക്കുന്നു, പാടുന്നു, നമുക്കൊരു ഞാൻ ഇന്ന് എന്തോ കർത്താവിന് വേണ്ടി ചെയ്തു, പ്രാർത്ഥിച്ചു, പാടി, ആ ഒരു സുഖം നമ്മൾ അനുഭവിച്ചു. ഞാൻ ഇന്ന് സംതിങ് ഐ ഹാവ് ഗിവൺ ടു ഗോഡ് എന്ന് ഞാൻ എന്നെ തന്നെ ചിന്തിക്കുന്നെങ്കിൽ, സെൽഫ് സാറ്റിസ്ഫിക്കേഷനിലേക്ക് പോകുന്നെങ്കിൽ അത് സെൽഫ് മെയ്ഡ് റിലീജിയനാണ്. यदि मैं ये सोचूं कि मैं 2 घंटे मैंने आज कीबोर्ड बजाया या गिटार बजाया, वो तो मैं परमेश्वर के लिए मैं कर पाया, ऐसे मुझे अपने अंदर ही खुशी मिले, तो वो मेरी अपनी एक भक्ति की एक रीति है. അപ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ തന്നെ അതിനകത്ത് കുടുങ്ങി പോകുക, ബന്ധനത്തിൽ പെട്ടുപോകുക. और हम अनजाने में ही उसके बंधन में बंधित होते जा रहे हैं. ദൈവം ആഗ്രഹിക്കുന്ന ഒരു വളർച്ചയല്ല ആ വളർച്ച എന്ന് പറയുന്നത്. परमेश्वर जो चाहते हैं वो एक बढ़ोतरी नहीं है ये. കാരണം പല ഏരിയകളിലും ചൈതന്യം കിട്ടാതെ നമ്മൾ മുരടിച്ചു കിടക്കുക. क्योंकि कई अवस्थाओं में हम अभी तक परमेश्वर से हमको जीवन नहीं मिल पाई है. ഹലോ, आप समझ पा रहे हो? ഇങ്ങനത്തെ വചനം വലിയ കേൾക്കണ്ടേ? ऐसा ही वचन क्या सुनना चाहते हैं हम? അതോ ഹലോ ഹലോ ചിലവരൊക്കെ ചിറി കൂടുന്നുണ്ട്, കോട്ടോ വിടുന്നുണ്ട്, കൈ ഇങ്ങനെ കെട്ടിരിക്കുക. നമ്മള് നിങ്ങൾ 30-35-40 വയസ്സായി, എന്നെക്കാളും വലിയ പ്രായമൊന്നും ഇല്ല. कई लोगों को देखकर बगासे खा रहे हैं, बस ऐसे ही हाथ को ऐसे बैठे हैं आप. मेरे से ज्यादा तो उम्र आपको नहीं है. ഹലോ, ഇവിടെ ഒരു ഗെയിം വെക്കാം നമുക്ക്, അന്നേരം പെട്ടെന്ന് ഉത്സാഹം വരും. यदि एक गेम रखे तो आपको सब ഒരു उत्साह മ്യൂസിക് നൈറ്റ് ഒക്കെ വെച്ചാൽ ഭയങ്കര പമ്പരം പോലെ ആരോനൊക്കെ ചാടും. यदि हम एक म्यूजिक नाइट रखे तो सबको बहुत जोश दिखेगा. അല്ലേ? പ്രാർത്ഥനയും വചനവും ഒക്കെ കേൾക്കാൻ പോകുമ്പോൾ പ്രയാസമാ. प्रार्थना और वचन के बारे में कहेंगे तो അന്നേരം പാസ്റ്റർ സമയത്ത് നിർത്തണം. और तब आप कहेंगे पादरी साहब समय पर അല്ലാത്തതിന് बंद സമയവും ഇല്ല, കാലവും ഇല്ല, അങ്ങ് ഇരുന്നോളും. और दूसरे कोई भी बात हो उसमें समय नहीं देखेंगे आप. പ്രൈസ് ഗോഡ്. ഞാൻ ഇപ്പൊ ഈ ധൈര്യം നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നതിന് കുറെ പേരിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് കത്തിച്ചുകൊണ്ടിരിക്കുക ഈ മീറ്റിങ്ങിലെല്ലാം. അവര് വളർന്ന് കാണുമ്പോൾ നമുക്കൂടെ ധൈര്യമാണ്. मुझे इतना धैर्य इसलिए मिल रहा है क्योंकि कुछ बच्चे यहाँ पर आत्मा में बढ़ते जा रहे हैं, इसलिए वो देखकर मुझे और चैतन्य मिल रही है. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവ് ചിലവരുടെ ഹൃദയങ്ങളെ കത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. कई सालों से हम इस विषय को रखकर प्रार्थना कर रहे थे और अभी परमेश्वर की कुछ बच्चों को यहाँ पर आग दे रहे, आग के साथ वो भर. അവരെ ആത്മീയമായി ദൈവം വളർത്തുന്നത് കാണുമ്പോൾ എനിക്ക് ആത്മാവിൽ കരച്ചിലാ വരുന്നത്. ആമേൻ, സന്തോഷം. वो आत्मिक तौर में वो जब बढ़ते हुए देखते तो मुझे आंखों में आंसू आती है. അപ്പോൾ നമുക്ക് വേണ്ടത് ക്രിസ്തു ഹിതപ്രകാരമുള്ള ഒരു വളർച്ചയാണ്. हमारी इच्छा है यीशु के अंदर हम बढ़े. ഇതിനെ തടസ്സപ്പെടുത്തുന്ന പിശാചിന്റെ ഒരു പദ്ധതിയാണ്. और इसमें रुकावट डालना वो है शैतान का तरकीब. അത് നമ്മൾ മാനസികമായിട്ട് ആദ്യമൊക്കെ ചിന്തിക്കും. हम शुरुआत में उसे मानसिक तौर से सोचेंगे. കുറെ കഴിയുമ്പോൾ നമ്മൾ അതിനെ ഒരു ബാരിയർ വെക്കും. ആരാധിക്കത്തില്ല, പ്രാർത്ഥിക്കത്തില്ല, ഇതിനോട് അനുരൂപമാകത്തില്ല, ഇതിന്റെ കാര്യങ്ങൾ പാസ്റ്റർ എന്തൊക്കെയോ ആരെയൊക്കെയോ കുത്തി പറഞ്ഞതാണ് എന്നൊക്കെ ചിന്തിച്ച് നമ്മളിങ്ങനെ ചിന്തിച്ചു പറയും. അവസാനം അത് കുറെ കാലം ഇങ്ങനെ ചിന്തിക്കുവാണെങ്കിലുണ്ടല്ലോ, കുറെ കാലം ഇത് തന്നെ റിപ്പീറ്റേറ്റീവായിട്ട് നീ എല്ലാ ഞായറാഴ്ച എല്ലാ മീറ്റിങ്ങിലും ഇത് തന്നെ ചിന്തിക്കുകയാണെങ്കിൽ പിന്നെ നിന്റെ കൈ നീ പിടി അങ്ങ് പോവും. പിടികിട്ടി? आप ये सोचते रहोगे अरे पादरी वो सब क्या कह रहे थे, वो हमारे रिवाज के हिसाब से नहीं. फिर सोचेंगे अरे ये तो किसी के बारे में कहा था, किसी को पॉइंट करके कहा था, अरे वो किसके बारे में था, मेरे लिए था, ये था, वो था. ऐसे सोच के आप उसी बंधन में बढ़ते जाओगे और वो आप पूरी तरह बंधित हो जाओगे. അപ്പം
കാരണം അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് സമയത്തിൽ അസമയത്തിൽ ഒരുങ്ങിയേക്കണം, നീ വചനം തന്നെ പ്രസംഗിക്കണം, അല്ലെങ്കിൽ റെബൂക്ക് ചെയ്യണം, റിപ്രോച്ച് ചെയ്യണം, ഇതെല്ലാം നീ ചെയ്തോണം. इसलिए पौलुस कहते हैं कि तुम समय में और असमय में हमेशा ही निरंतर ही आप तैयार रहो, वचन से प्रचार करो, डांटो उसमें और उन्हें सिखाओ. ഈ വചനത്തിലാണ് എൻ്റെ വളർച്ച ഇരിക്കുന്നത്. क्योंकि इसी वचन में मेरी बढ़ोतरी रखी है. ഈ വചനത്തിലാണ് എൻ്റെ വളർച്ച ഇരിക്കുന്നതെന്ന് ബൈബിൾ ഉയർത്തി ഒന്ന് പറയാമോ? ഒന്ന് कितने പറയാമോ? लोग ये वचन को उठाकर कहेंगे इसी वचन में मेरी बढ़ोतरी ഈ है വചനം ഞാൻ സ്വീകരിക്കുന്നു. और यही वचन को मैं स्वीकार ഈ करूंगा. വചനമാണ് എന്നെ വളർത്തുന്നത്. यही वचन मुझे बढ़ाएगी. ഇതിൽ പറഞ്ഞത് ഒന്നും ഞാൻ മുൻ വിധി കൂടാതെ ഇത് ഏറ്റെടുക്കാൻ और പോകുകയാണ്. ये वचन में जो कुछ भी लिखी है वो मैं अपने सारे बुद्धि को हटाकर मैं इसे എനിക്ക് आज्ञा को मानूंगा. വേണ്ടിയിട്ടുള്ളതാണെന്നൊന്ന് പറഞ്ഞേ. ये सब कुछ मेरे लिए है, ऐसा ഞാൻ कहें. ഇത് വിശ്വാസത്താൽ ये സ്വീകരിക്കുന്നു. विश्वास के साथ मैं इसे स्वीकार करता ദൈവം നമ്മളെ हूं. അനുഗ്രഹിക്കട്ടെ. परमेश्वर हमें आशीष അപ്പൊ करे. കർത്താവിന്റെ ആഗ്രഹം നീ ഓരോ ദിവസം വളരണം. परमेश्वर की इच्छा है कि हम दिन प्रतिदिन बढ़ते रहे. ഓരോ ദിവസം നീ അനുഗ്രഹിക്കപ്പെടണം. एक एक दिन हम अनुग्रह पाते നിന്റെ रहे. ശരീരത്തിന്റെ ഒരു അവയവങ്ങൾ പോലും ക്യാൻസർ പിടിക്കല്ലെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. परमेश्वर की इच्छा है कि हमारे शरीर का कोई भी भाग में कैंसर ना हो. ഒരു രോഗം നിന്നെ ബന്ധിക്കരുതെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. किसी भी रोग से हम बंधित ना हो, ये परमेश्वर हमसे ഒരു चाहते हैं. അശുദ്ധാത്മാവും നിന്റെ ശരീരത്തിൽ പിടിക്കരുതെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. परमेश्वर को इच्छा है कि कोई अशुद्ध आत्मा हमारे ऊपर बंधन ना डाले. ഇന്ന് പകൽ എല്ലാ ചിന്തകളെ മാറ്റിക്കളഞ്ഞ് പിശാചിന് ഇടം കൊടുക്കാത്തവരായി ദൈവത്തിന് ഇടം കൊടുക്കാൻ എന്നെ ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുന്നു. हमारी सारे चिंताओं को, बुद्धि को हटाकर मैं पवित्र आत्मा के अधीन अपने आप को समर्पण करता हूं. ऐसे कितने लोग कहेंगे? ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ പറയുന്നത്, നിങ്ങൾ പിശാചിന് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഇടം കൊടുക്കരുത്. शैतान को आप जगह मत दीजिए. ഹല്ലേലൂയ. നിങ്ങൾ പിശാചിന് ഇടം കൊടുത്താൽ അവൻ കേറും. जब आप शैतान को एक जगह रास्ता बना कर दोगे तो शैतान वहां पर अंदर जरूर आएगी. ഇത് ഒത്തിരി കാലം കൊണ്ട് നമ്മളെ ഭരിക്കുന്നെങ്കിൽ ഇത് ഇപ്പം നമ്മുടെ കൺട്രോളിലല്ല, ദുരാത്മാവിന്റെ കൺട്രോളിലാണ്. ये कई समय से हमें ये परेशान कर रही है ये विषय, तो आप दुष्ट आत्मा के अधीन हो चुके हैं. അതാണ് ഇന്ന് ആത്മീയരായിട്ടുള്ളവർ പലരും ജഡീകന്മാരായി പോകുന്നത്. इसलिए आत्मिक जो लोग कहते हैं वो सब जड़ के अनुसार जी അവർക്ക് रहे हैं. വചനം അറിയാം, വചനത്തിന്റെ കാര്യങ്ങളെല്ലാം അറിയാം, പക്ഷെ അവർ ഒന്നും സ്വീകരിക്കത്തില്ല. അതിനെ അവർ ക്രിട്ടിസൈസ് ചെയ്ത് ഹല്ലേലൂയ പാസ്റ്ററിനെയും വിശ്വാസികളെയും എല്ലാം കുറ്റം പറഞ്ഞ് അവസാനം അവനെ ഭരിക്കുന്ന ദുരാത്മാവാ. वो वचन जानते हैं, वचन में ही वो बढ़ते आए, लेकिन अब वो कुछ भी वचन के अधीन नहीं जीते हैं और वो पादरी को और वचन जो कह रहे हैं उसके सब पर वो कमेंट बोलते रहेंगे. അതുകൊണ്ട് നമുക്ക് ഒരു ഉദാഹരണം ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുക. एक उदाहरण मैं देना ഇങ്ങനെ चाहता हूँ. ബഹുകാലമായിട്ട് ഇങ്ങനെ പീഡിപ്പിക്കുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ അത് സാത്താന്യ ശക്തിയാണ്, അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ദുരാത്മാവാണ്. कई समय से यदि आपको कोई भी विषय आपको पीड़ा दे रही है, आपको बंधित रख रही है, तो वो शैतान के द्वारा ही आप समझ लें. മത്തായിയുടെ സുവിശേഷത്തിൽ ലൂക്കോസിലും മർക്കോസിലും വിശദമായി ഈ മൂന്ന് ഹല്ലേലൂയ സുവിശേഷങ്ങളിലും വിസ്തൃതമായി എഴുതപ്പെടുന്ന ഒരു സംഭവമുണ്ട്, ഭൂതഗസ്തന്റെ സംഭവം. हम मत्ती रचित सुसमाचार, मरकुस और लूकोस सभी में हम पढ़ते हैं जहां पर जो दुष्ट आत्मा से पीड़ित एक व्यक्ति के बारे में. മർക്കോസിന്റെ സുവിശേഷം അതെടുക്കാം. അത് ഇന്ന് പകൽ ഒരു കോൺടെസ്റ്റ് ആയിട്ട് എടുത്തുകൊണ്ട് വേഗത്തിൽ ഞാൻ ഇത് നിർത്താം. 5-ാം അധ്യായം 1 മുതൽ ചിലയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ച് ഒന്ന് പെട്ടെന്ന് സഹകരിക്കണം. മലയാളത്തിൽ മാത്രം വായിക്കുക. ഹിന്ദി ബൈബിൾ ഉള്ളവർ യു ക്യാൻ റീഡ് ഇറ്റ് ഫ്രം യുവർ ബൈബിൾ ഓർ ഇറ്റ് ക്യാൻ ബി ഷോയിങ് ഇൻ ദിസ് സ്ലൈഡ്. मरकुस 5वां अध्याय आप अपने वचन में पढ़िए. അവർ കടലിന്റെ അക്കരെ ഗദ്രദേശത്തെത്തി. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്നു അവനെ എതിരേറ്റു. അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചു കൂടാഞ്ഞു. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഓടിച്ചു കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ടും ചതച്ചും പോന്നു. അവൻ യേശുവിനെ ദൂരത്തു നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. അവൻ ഉറക്കെ നിലവിളിച്ചു, യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്താനെ എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ടു പുറപ്പെട്ടു പോക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. നിന്റെ പേരെന്ത് എന്ന് അവനോട് ചോദിച്ചതിന്, എന്റെ പേര് ലഗ്യോൻ,
ഞങ്ങൾ പലരാകുന്നു എന്ന് അവർ ഉത്തരം പറഞ്ഞു. അവൻ ഉത്തരം പറഞ്ഞു. മതി. ഏറ്റവും ഒടുവിൽ അവസാനത്തെ 2 വാക്യങ്ങൾ നമുക്കറിയാം. അവർ പന്നികളിലേക്ക് കടക്കുന്നു. ആ നാട്ടുകാർ വരുന്നു. അവർ പറഞ്ഞു, പ്ലീസ്, ഞങ്ങൾക്ക് യേശുവിനെ കിട്ടിയില്ലേലും ഞങ്ങളുടെ സ്വത്ത് നശിക്കാൻ പാടില്ല, പ്ലീസ് ലീവ് അസ്. ആമേൻ. उस वचन के अंत में 13वें वचन में हम देखते हैं कि वो सूअरों के ऊपर जाते हैं और फिर वहाँ के लोग कहते हैं कि हमें हमारे चीज़ों पर आप कृपया उसे नाश ना करें. ഇന്നത്തെ ആത്മീയ ഗോളത്തിലെ നമ്മുടെ ഓരോരുത്തരെയും സിറ്റുവേഷൻ ആണ് അത് വരച്ച് കാണിക്കുന്നത്. ഞങ്ങൾ ഒരിക്കൽ ക്രിസ്തുവിനെ പ്രാപിച്ചു, ക്രിസ്തുവിൽ വളരണമെന്നൊന്നും ആഗ്രഹമില്ല, പക്ഷെ ഞങ്ങൾക്കുള്ളതൊന്നും നഷ്ടപ്പെടാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു യേശുവിനെ പ്രസംഗിക്കാമെങ്കിൽ പ്രസംഗിച്ചാൽ മതി. അതർവൈസ് നിങ്ങൾ നഷ്ടപ്പെടുന്ന കാര്യമാ പറയുക. ആ യേശുവിനെ ഞങ്ങൾക്ക് आज के समय में भी हम यही सुनना चाहते हैं कि हमें अगर कुछ मिल रहा है, हमें आशीष मिल रहा है, तो हम बहुत खुश हैं ये वचन से और ये प्रचार से हम खुश हैं. लेकिन यदि हमारे हाथ से कुछ नष्ट हो रहा है, हमें लॉस है, तो आप कृपया वो वचन हमें ना सुनाएं. അതിൽ वन मोर थिंग ऐड करने का है. सब कुछ मिलने वाले को ईश्वर को प्रचार करो, हम लोग खुशी है. छोड़ने का बात मत बोलो, ईश्वर को मत प्रचार करो. नो नो, वो स्वीकार नहीं करेगा. आज का दुनिया में क्या चाहिए आपको? सब कुछ मिलने का जो ईश्वर को प्रचार करो. छोड़ने का बात मत बोलने का. വിടുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കരുത്, നഷ്ടപ്പെടുന്ന കാര്യത്തെ പറയരുത്, ഞങ്ങളെ കുത്തുകൊള്ളുന്നതും ഞങ്ങളെ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ കുറേ വാക്യങ്ങൾ പറഞ്ഞു, തീമോത്തിയോസിനോട് പറഞ്ഞു, നീ ഇതൊന്നും ശ്രദ്ധിക്കരുത്. നീ ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി എൻ്റെ മുമ്പിൽ നിൽപ്പാൻ നീ ശ്രമിച്ചു കൊള്ളണം. കർണരസമാരാകുന്നത് പ്രസംഗിക്കാനല്ല നിന്നെ വിളിച്ചിരിക്കുന്നത്, മറ്റുള്ളവരുടെ അഭിപ്രായത്തിനനുസരിച്ച് പ്രസംഗിക്കാനല്ല. ബി പ്രിപ്പയർ യുവർ സെൽഫ്, ഹല്ലേലൂയ, സീസൺ ആൻഡ് ഔട്ട് ഓഫ് സീസൺ. ബി റെഡി ആൻഡ് റിബ്യൂക്ക് ആൻഡ് റിപ്രോച്ച് the people of God and make them sanctified for my kingdom of God. ഹല്ലേലൂയ. ദൈവരാജ്യത്തിനു വേണ്ടി അവരെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരാനാ ഞാൻ നിന്നെ ഈ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്നത്. तीमुथियुस को पौलुस यही कहते हैं कि तुम्हें मैंने प्रचार करने बुलाया है ताकि तुम बिना मुंह देखे और बिना चेहरे को पहचाने तुम वचन से घोषणा करो, उसमें डांटो, उसमें सहनशीलता और शिक्षा के साथ उलाह ना करो, और डांटो और समझाओ, क्योंकि वो ताकि तुम अंत में लज्जित ना हो. ആമേൻ. ഹല്ലേലൂയ. വചനം കേൾക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം जो ये ചെയ്യുകയാണ്. वचन सुन रहे हैं उनको परमेश्वर आशीष करे. ഹല്ലേലൂയ. നമ്മളെ ദൈവം സഹായിക്കട്ടെ. ഇവർക്ക് പറയാനുള്ള യേശുവേ നീ അങ്ങ് പോയേക്കണം, ഞങ്ങൾക്ക് വില പിടിപ്പിച്ച ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. यहाँ लोग मरकुस में हम पढ़ते हैं कि वो कह रहे हैं कि यीशु तुम चले जाओ, क्योंकि यहाँ हमारा बहुत नुकसान हो रहा है. യേശു ഇവർ ആരുടെ അനുവാദം ചോദിച്ചിട്ടല്ല ആ ഗണേശര തടാകത്തിലേക്ക് പോയത്, അല്ല? यीशु ने किसी से भी अनुमति लेकर नहीं परमेश्वर वहां पर पहुंचे थे. ഇങ്ങനെയുള്ള എൻകൗണ്ടർ ദൈവം ചിലവർക്ക് തരും, അത് വലിയൊരു അനുഗ്രഹമാണ്. और ऐसे अचानक ही जब यीशु किसी की जिंदगी में आए तो वो उस मनुष्य उस इंसान के लिए अच्छा നമ്മൾ रहेगा. വിചാരിക്കുന്ന മീറ്റിങ്ങുകളൊന്നും അല്ല ദൈവത്തിന്റെ സന്ദർശനം. നീ പറയുന്ന വരയ്ക്കുന്ന ഒരു മീറ്റിങ്ങിനകത്തോ നീ വരുന്ന മീറ്റിങ്ങിനകത്തല്ല, സകലതിലും ദൈവത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് കടന്നു വരുന്ന, ആഗ്രഹത്തോടെ പ്രിപ്പയർ ചെയ്ത് കടന്നു വരുന്നവർക്ക് അവർ പോലും അറിയാതെ ദൈവം ഒരു സന്ദർശനം ചില കുടുംബങ്ങളിൽ, ചില വ്യക്തികളിൽ, ചില വ്യക്തിപരമായി ദൈവം അയക്കാൻ പോകുന്നു. ഇന്ന് പകൽ ഈ വചനത്തിൽ നിന്നുകൊണ്ട് അധികാരത്തിൽ വിളിച്ചു പറയുന്നു, ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില സന്ദർശനങ്ങൾ അയക്കാൻ പോകുന്നു. आप ये ना सोचे कि मैं जिस मीटिंग में जाऊं वहां पर यीशु मुझे मिलने आए, लेकिन हर मीटिंगों में जब आप उपस्थित रहेंगे, अचानक ही परमेश्वर वहां पर आपके आमने सामने आकर आपको छुएंगे और आपके जाने बगैर ही परमेश्वर का एक छूना, एक अभिषेक आप पहचान पाओगे. ഞാൻ ഉള്ളത് നിങ്ങളുടെ മുഖത്ത് തുറന്നു പറയട്ടെ. मैं आपके मुंह को देखकर खुलकर कहना चाहता हूं, ഞാൻ ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്ന ബാക്കിയുള്ള മീറ്റിംഗ് ഇല്ല. मैं सबसे ज्यादा मूल्य देता हूं दूसरे हमारे छोटे मीटिंग्स में. അവിടെ വരുന്നവർക്കറിയാം വചനത്തിന്റെ വെളിപ്പാടുകൾ, ദൂതുകൾ കർത്താവ് ഇന്നേ വരെ പറഞ്ഞിട്ടില്ലാത്ത 10 15 അല്ലെങ്കിൽ 5 6 പേരെ ഒക്കെ ഉള്ളൂ. പക്ഷെ എനിക്ക് ഭയങ്കര ആത്മസന്തോഷമാണ്. ഞാൻ അതിനാ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം അല്ലെങ്കിൽ കുറെ പേര് വിചാരിക്കുന്ന സൺഡേ കൂടുന്നതിനകത്താ ദൈവപ്രവൃത്തി. നോ 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 നോ, യു ആർ റോങ്. कई लोग ये सोचते हैं कि हम इतवार में इकट्ठा हो तभी परमेश्वर का हाथ देख पाएंगे. ऐसा नहीं है, आप गलत हैं. लेकिन छोटे मीटिंग्स में पवित्र आत्मा हमें दूसरे स्तर पर लेकर जाता है. वचन की अनेक अमूल्य रत्नों को परमेश्वर हमें खोल के देते हैं, और हो सकता है उसमें से केवल 5 या 10 लोग ही मौजूद हैं मीटिंग ഞാൻ में. അല്ലെങ്കിൽ ചൊവ്വാഴ്ച എല്ലാ ചൊവ്വാഴ്ചയും നമ്മുടെ ദിവ്യയും കെവിന്റെ വീട്ടിലും അവർ ഞങ്ങളെ വിളിക്കാറുണ്ട് വചനം പഠിക്കാനായിട്ട്.
हम हर गुरुवार को प्रिय केविन और दिव्या के घर पर हम बाइबल स्टडी रख रहे हैं. അവർ വിളിച്ചതാ കേട്ടോ. उन्होंने हमें बुलाया, हम वैसे जा रहे അവരുടെ हैं. താല്പര്യം അനുസരിച്ച് അവരെന്നെ വിളിച്ചു. ഞങ്ങൾ അവിടെ പോകാൻ തുടങ്ങി. ഇപ്പൊ കുറച്ചു നാളായി. കഴിഞ്ഞ ചൊവ്വാഴ്ച ഞങ്ങൾ വചനം നമ്മൾ സംസാരിക്കാൻ തുടങ്ങി. ഇങ്ങനെ വട്ടത്തിൽ നിന്ന് വചനം ധ്യാനിക്കാൻ തുടങ്ങി. അതൊരു 10-10:30 വരെ അതങ്ങനെ പോയി. हम गए गुरुवार को, हमने सॉरी मंगलवार को था. हम मंगलवार को जब गए थे तभी हम वचन मनन हमने शुरू किया और वो कई समय तक 10 बजे तक वो आगे बढ़ गया. അതാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് കാലങ്ങളും സമയങ്ങളും ഇല്ല. ആരാഗ്രഹത്തോട് നിൽക്കുന്നു. ദൈവം പട്ടണക്കാരുടെ അനുവാദം ചോദിച്ചിട്ടല്ല അവിടെ പോയത്. പട്ടണ തലവന്റെ അനുവാദം ചോദിച്ചിട്ടല്ല പോയത്. അവിടെ വിടുവിക്കപ്പെടാൻ ഒരുവൻ അവിടെ കിടക്കുന്നുവെന്ന് കർത്താവിന് മനസ്സിലായപ്പോൾ he never hesitated to go over there. ആരുടെയും അനുവാദം ചോദിച്ചില്ല. അവൻ തന്റെ ശിഷ്യനുമായി എല്ലാ പ്രശ്നങ്ങളെയും പ്രതികൂലങ്ങളെയും മറികടന്ന് അപ്പുറത്ത് ചെല്ലുവാനിടയായി തീർന്നു. वहां पर यीशु ने किसी से भी वो नगर के पंचायत उसके प्रधान से या फिर किसी और से भी अनुमति लेकर नहीं वहां पर पहुंचे थे, बल्कि किसी को भी पूछे बगैर जब वो पहुंचे और परमेश्वर ने अपना कार्य वहां पर किया. ഇവിടെ ഹല്ലേലൂയ ഇങ്ങനെ സമാനമായ കാര്യങ്ങൾ സുവിശേഷങ്ങളിൽ നമുക്ക് കാണാറുണ്ട്. और ऐसे ही घटनाएं हम कई बार सुसमाचार में पढ़ 28 സംവത്സരമായി കിടക്കുന്ന ഒരുവൻ അവിടെ കിടപ്പുണ്ട്. അവനോട് അവൻ പലതും പരിശ്രമിച്ചു ഒന്നൊന്ന് സൗഖ്യമാകാനായിട്ട്. और हम वहां पर दूसरा एक घटना हम देखते हैं जहां पर वो 38 इयर्स से उस पानी के छोर पर था और कोई उसे चंगाई नहीं दे रहा था. അങ്ങനെ ശ്രമിക്കുന്നവന്റെ കൂടെ കർത്താവ് നിൽക്കുന്നത്. और जो हर बार कोशिश करता रहा लेकिन उसे वो पानी में नहीं गिर पाता था, ऐसे लोगों से ही परमेश्वर ज्यादा प्रेम ഞാൻ रखता ആദ്യം है. പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ? എന്തോ ചെയ്യണം? प्रयत्न करना. നമ്മൾ ശ്രമിക്കണം. पहले से ही हमने यही कहा कि हमें प्रयत्न करते रहना ഈ है. ദൈവത്തെയും ദൈവവചനത്തെയും പരിശുദ്ധാത്മാവിനെയും തിരിച്ചറിഞ്ഞ് നന്മകൾ അനുഭവിച്ചിട്ടുള്ള ദൈവവൈതലെ നമ്മൾ എത്രമാത്രം ശ്രമിക്കുന്നതിനനുസരിച്ച് കർത്താവ് നമ്മുടെ അകത്തേക്ക് കയറി വരുന്നത്. हम जितना प्रयत्न करें उतना ही परमेश्वर हमारे अंदर आएंगे. അപ്പോൾ അവൻ പല 28 വർഷമായിട്ട് അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആരും അവനെ ഹെൽപ്പ് ചെയ്യാനില്ല. അവന്റെ ശ്രമം കണ്ടിട്ട് കർത്താവ് ചെന്ന് ഇറങ്ങി ചെല്ലുകയാണ്. और इतने साल उसने प्रयत्न किया, कोई उसे मदद करने नहीं था, इसलिए उसे चंगाई कभी नहीं मिली, लेकिन यीशु सही वक्त पर पहुंचते हैं. ഇന്ന് പകൽ പലപ്പോഴും ഇസ്രായേൽ മക്കളെ പോലെയാണ് നമ്മൾ ശ്രമിക്കുന്നത്. कई बार हम भी इसराइलियों के जैसे हैं. മോശ ദൈവാലോചന പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കാം. मूसा यदि वचन से कहेंगे तो हम सुनेंगे. മോശ പ്രാർത്ഥിച്ചാൽ ഞങ്ങൾ കൂടെ നിൽക്കാം. अगर मूसा प्रार्थना करे तो हम उनके साथ. മോശയെ കാണാതെ കഴിയുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും? നമ്മുടെ കാതും കടുക്കനും എല്ലാം ഇട്ടേച്ച് ഒരു കാലക്കുട്ടി ഉണ്ടാക്കും. എന്നിട്ട് പറയും അതാ ദൈവം എന്ന്. जब मूसा नहीं है, मूसा को कुछ दिन तक हम नहीं देखे तो अपने सारे कानों से सारे वो सब निकाल कर उससे हम एक मूर्ति बनाएंगे और वो ही है हमारा भगवान हम कहेंगे. ഇതാണ് വിഗ്രഹാരാധന. उसी को ही हम मूर्ति पूजा कहते हैं. ഇതാണ് നിന്റെ ബന്ധനം. ഇതാണ് നിന്റെ ബന്ധനം. और यही हमारा एक बंधन है. ഈ ബന്ധനത്തെ പിശാച് എന്ത് ചെയ്യും? ആ പിശാചിന്റെ ആത്മാവിനെ അവിടെ കയറ്റും. നിന്റെ ബുദ്ധി മുതൽ സിര മുതൽ പാദം വരെ ചിന്തകളിലും അന്തരംഗങ്ങളിലും അവയവങ്ങളിലെല്ലാം പിശാച് അത് ക്യാൻസർ ആക്കി മാറ്റും. और यही हमारी चिंताओं में, हमारी सोच विचार में सब मंडरा कर वो पूरी तरह हमें अपना अधीन बना दे. എല്ലാ വാക്യങ്ങളും എടുക്കാൻ സമയമില്ല. ഈ വാക്യത്തോട് ബന്ധപ്പെട്ട ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്ന ആ ഭൂതത്തെ കുറിച്ച് ബഹുകാലമായി അവനെ ആ ബാധ ബാധിച്ചുകൊണ്ടിരുന്നു, ഭൂതം ബാധിച്ചുകൊണ്ടിരുന്നു. लूका रचित सुसमाचार में हम पढ़ते हैं ये कई सालों से ये शैतान ने उसे अधीन रखा था. എന്ന് പറഞ്ഞാൽ ഒത്തിരി കാലമായി ഈ തോട്ടിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. कई सालों से ये इसी उस बंधन में पड़ा था. ഇന്നും 18 വർഷം മുമ്പുള്ള കാര്യങ്ങളാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ അത് നിന്റെ കുഴപ്പമല്ല. അതിന്റെ പിന്നിൽ ചില ബാധ കൂടിയിട്ടുണ്ട്. ഇന്ന് പകൽ അത് അഴിയണമെങ്കിൽ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടണം. यदि आप कुछ सालों पहले जो बात थी वही आप कहते रह रहे हो तो इसका अर्थ ये कि आप अभी भी बंधन में हो. आपको उसमें से निकलना जरूरी है. നിന്റെ ആത്മീയ വളർച്ചയിൽ നിനക്ക് മുന്നോട്ട് ചിന്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതൊരു ബാധയാണ്. यदि आप आत्मिकता में बढ़ नहीं पा रहे तो वो उसका अर्थ ये कि आप बंधित हो. അത് ബഹുകാലമായിട്ട് അതിനെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. कई सालों से वो उसे बंधन में रखा गया था. മത്തായിയുടെ സുവിശേഷത്തിലും 8-ാം അധ്യായം 28-ാം വാക്യത്തിലും ഈ കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. मत्ती रचित सुसमाचार में भी यही बात हम पढ़ रहे हैं. എന്നാൽ അതിനേക്കാളും ഈ പറഞ്ഞ വാക്കിനെ ഞാൻ ഒന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നത് അത് പിശാച് തന്നെയാണോ എന്ന് അറിയാൻ
അടുത്ത അധ്യായത്തിൽ ഒരു ഊമനായ ഒരു വ്യക്തിയെ ചിലർ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുന്നുണ്ട്. दूसरे एक अध्याय में हम पढ़ते हैं कि एक मूंगे एक व्यक्ति को यीशु के सामने लेके आते हैं അവൻ लोग। സംസാരിക്കാതിരിക്കുന്നത് അതൊരു നോർമലായിട്ട് ഇന്ന് ലോകം കാണും. वो बात नहीं कर रहा है, ऐसे लोग तो उसे नॉर्मल ही कहेंगे. എന്ന് പറഞ്ഞാൽ അവൻ മിണ്ടാതൊക്കെ ഇരിക്കുന്നു, അവൻ ഭക്തനാണെന്ന് ലോകം പറയുന്നുണ്ട്. वो चुप रह रहा है, लोग कहते हैं कि वो भक्त है, बहुत बड़ा भक्त है. ഹല്ലേലൂയ. ദൈവ ആരാധനയ്ക്കും വരുമ്പോൾ മിണ്ടത്തില്ല, ദൈവിക കാര്യങ്ങൾക്കൊന്നും വാതുറക്കത്തില്ല, ദൈവിക കാര്യങ്ങളിൽ ശ്രമിക്കത്തില്ല, ഉത്സാഹിക്കത്തില്ല. അതിനുള്ള ഉത്സാഹം കുറഞ്ഞെങ്കിൽ അത് ബഹുകാലമായിട്ട് അത് നിന്നെ കൂടെ കൊണ്ടുപോകുന്നെങ്കിൽ അത് നീയല്ല അതിനെ നിയന്ത്രിക്കുന്നത്, അതിന്റെ പിന്നിൽ ഒരു ബാധയുണ്ട്. यदि आप आराधना में आओ या फिर बाहर जाओ, सब जगह पर आप चुप ही रहते हो, तो इसका अर्थ ये कि आप भक्त नहीं हो, लेकिन आपको वो बंधन में रखा है और आप निरंतर उसमें बढ़ते ही जा रहे हो, जकड़े जा रहे हो. അതെ, അവന് സംസാരിക്കാതിരിക്കാൻ തക്കവണ്ണം കാലങ്ങളായി ഒരു ഭൂതം അവനെ ബാധിച്ചിട്ടുണ്ട്. वो बात न कर पाए, वैसे भूत ने उसे, दुष्ट आत्मा ने पूरी तरह से बांध के रखा है. അവൻ ഉടനെ ഒന്നും സംസാരിക്കാതിരുന്നവനല്ല അമ്മയുടെ ഗർഭം മുതലേ. वो ऐसा नहीं था कि वो मूंगा था गर्भ से ही. പക്ഷെ ഇടയ്ക്ക് എവിടെയോ ഈ മനുഷ്യന്റെ ചിന്തിച്ച് വിരോധമായി ചിന്തിച്ച് അവസാനം അവന്റെ ഔട്ട് ഓഫ് കൺട്രോളിൽ പോയി ഇപ്പൊ ദുരാത്മാവാണ് കൺട്രോൾ എടുക്കുന്നത്. और वो बीच में कभी ऐसा हो गया कि वो सोच कर अपने मुख को बंद रखकर वो अपने अधीन ही नहीं, लेकिन वो दुष्ट आत्मा के अधीन बन गया. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പിന്നീട് പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ, ഇവിടെ ശ്രദ്ധിച്ചാട്ടെ, നമ്മള് മിണ്ടാതിരിക്കുക. അതാ കർത്താവിന്റെ സന്നിധിയിൽ ഈ മിണ്ടുന്നതിനും സംസാരിക്കുന്നതിനും വാ തുറക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ? നമ്മളിത് അറിയാതെ മനഃപൂർവ്വം തുറക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ ഉള്ള ചിന്തകളെല്ലാം അങ്ങ് മാറും. നമ്മൾ പിന്നെ കുറച്ചുകൂടെ അറ്റൻറ്റീവ്. അതിനായി ശ്രമിക്കണം, മനഃപൂർവ്വം ശ്രമിക്കണം, മനഃപൂർവ്വം കൈയടിക്കണം, മനഃപൂർവ്വം വാ തുറക്കണം, മനഃപൂർവ്വം സ്തോത്രം പറയണം, മനഃപൂർവ്വം തുള്ളിച്ചാടണം. കാരണം ഈ കർത്താവിനെ നമുക്ക് അറിയാമല്ലോ, ഈ ദൈവത്തെ അറിയാമല്ലോ, പിന്നെ എന്തിനാ മിണ്ടാതിരിക്കുന്നത്? അങ്ങ് വാ തുറന്നാൽ നിന്റെ ഇതേ ചിന്താഗതികളെല്ലാം ഭേദിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഒരു സന്ദർശനം നിന്റെ ഉച്ച മുതൽ ഉള്ളംകാലിൽ വ്യാപരിക്കും, നിന്റെ ഭാവിയിൽ വ്യാപരിക്കും, നിന്റെ കുടുംബത്തിൽ വ്യാപരിക്കും. ഒരു ദുരാത്മ ശക്തിക്ക് നിന്നെ പിടിച്ചടക്കാൻ പറ്റത്തില്ല. इसलिए हम आपको कॉन्स्टेंटली यही कहते आए हैं, आप प्रयत्न करें, आप अपने मुखों को खोले, आराधना करें, स्तुति करें, अपने हाथों को उठाए, तालियां बजाएं. ये हम कहते आए ताकि आप जब अपने मुखों को खोलेंगे तब अपने आप ही आपके अंदर का जो स्ट्रेस है, टेंशन है, वो अपने आप ही निकल के बाहर आएगा और दुष्ट आत्मा के अधीन से आप बाहर निकलेंगे. ഇവിടെ രണ്ടാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നു. ആ രണ്ടാമത്തെ വാക്യം ഒന്ന് എടുത്തു വായിക്കാമോ? 5:2 വേഗത്തിലൊന്ന് വായിക്കണേ. 5वें अध्याय का दूसरा वचन. കണ്ടോ, കല്ലറകളിൽ നിന്ന് വന്ന് कब्रों से निकलकर हम उन्हें मिला. ഇനി 7ാം വാക്യം കൂടെ ഒന്ന് വായിച്ചു. 7वां वचन. 7-8. ഇനി ഇത് ഡിഫറൻസ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടായി പറയുന്നത്. ये दो बातों में फर्क क्या है वो आपको समझाने के लिए वचनों को पढ़ा. സമയം. ആദ്യം യേശു പടകിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അവനെ എതിരേറ്റത് ആരാണ്? यीशु जब नाव से उतरे तभी सबसे पहले यही व्यक्ति आया सामने, अशुद्ध आत्मा वाला व्यक्ति. അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അശുദ്ധാത്മാവല്ല സ്വീകരിച്ചത്, ആ മനുഷ്യന്റെ നേച്ചറാ. उसका अर्थ ये कि अशुद्ध आत्मा ने नहीं यीशु को स्वीकार किया, लेकिन एक व्यक्ति जिसमें अशुद्ध आत्मा थी. പക്ഷെ 7ാം വാക്യത്തിൽ വന്നപ്പോൾ അവൻ പറയാ, നിനക്കും എനിക്കും തമ്മിൽ എന്താ? लेकिन 7वें वचन में वो व्यक्ति पूछता है कि हे यीशु परम प्रधान, तुझ में और मुझ में क्या है? എന്നെ ദണ്ഡിപ്പിക്കാൻ വന്നത് എന്തിനാ? क्यों मुझे पीड़ा देने अभी आए हो? മറ്റു സുവിശേഷങ്ങൾ പറയുന്നുണ്ട് സമയത്തിന് മുമ്പ് എന്തിനാ ഇവിടെ വന്നത്. और दूसरे वचन में हम पढ़ते हैं कि तुम समय से पहले क्यों आए? ഇത് പറയുന്ന അവന്റെ മനുഷ്യർ നേച്ചർ അല്ല, അതിന്റെ അകത്ത് കൺട്രോൾ ചെയ്യുന്ന അശുദ്ധാത്മാവാ.
वो उनका जो नॉर्मल नेचर है वो नहीं कह रहा है, लेकिन उन्हें वो जिसके अधीन है वो अपना मुख से कह रहा है. എന്ന് പറഞ്ഞാൽ യേശുവുമായിട്ട് അടുക്കം വരാതെ വണ്ണം, യേശുവുമായിട്ട് ആ ഫെലോഷിപ്പ് വരാതെ വണ്ണം നിന്നെ ദൂരെ നിർത്തുന്ന എല്ലാ വാക്കുകളും പ്രവൃത്തികളും അത് നിന്റേതല്ല, അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന അശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ട്, സാത്താന്യ ശക്തിയുണ്ട്. उसका अर्थ है कि यीशु के करीब आपको ना लाए, ऐसे जो भी बातें हैं वो सब बंधित है, वो शैतान के द्वारा, ये आप समझ लीजिए. ഇപ്പൊ നമ്മൾ ഇത് മനസ്സിലാക്കിയതുകൊണ്ടാണോ നമ്മൾ ഈ മൗനമായിട്ട് ഇരിക്കുന്നത്? आप ये समझ गए इसलिए आप मौन हो क्या? അങ്ങനെയാണെങ്കിൽ ഞാൻ ദൈവത്തിന് 100 സ്തോത്രം പറയുക. अगर ऐसा है तो मैं परमेश्वर को धन्यवाद करता हूं. അതുകൊണ്ടാണ് ചില നിമിഷങ്ങൾ ഈ മനുഷ്യൻ നല്ല പാസ്റ്ററേ, और इसीलिए यही व्यक्ति कई बार बहुत ही सबसे अच्छा व्यक्ति बन जाता है. കുറച്ച് കഴിയുമ്പോൾ ഇവന് ഇല്ല പന്നി കാടളകിയ പോലെ, ആന കാടളകിയ പോലുള്ള ദുരാത്മാവിന്റെ ശക്തിയാ വീട്ടിൽ ചെല്ലുമ്പോൾ മറ്റുള്ളവരെ കാണുമ്പോഴും. और कुछ समय के बाद या फिर दूसरे लोगों को मिलने पर जैसे सूअर के ऊपर दुष्ट आत्मा उतर आए वैसे उसका स्वभाव बन जाता है. ഇന്ന് അതിനെ ബ്രേക്ക് ചെയ്യണം. മനസ്സിലായാൽ അത് ദൈവം ബ്രേക്ക് ചെയ്യുമെന്നാണ് അതിന്റെ അർത്ഥം. और यदि आप समझ पा रहे हो तो आप उसे आज तोड़ कर ही जाइए यहाँ से. അത് നടക്കുന്ന കർത്താവിന്റെ എൻട്രിയില്ല. और यदि आप उसे तोड़ रहे हैं तो यीशु मसीह आपके जिंदगी में आने वाले हैं. യേശു വന്നപ്പോൾ അവൻ ഭയങ്കര സൽക്കാരം, വെള്ളം കൊടുക്കുന്നു, ചായ കൊടുക്കുന്നു. എന്തു വേണം പാസ്റ്റർ, എന്തു വേണം യേശു, പ്ലീസ് കം ആൻഡ് വിസിറ്റ് us, have a seat, be as a home, be comfort. जब यीशु आए उस जगह पर आए तभी वो कहते हैं यीशु आपको क्या चाहिए, चाय लाऊं, पानी लाऊं, क्या अपना ही घर समझो, आप बैठिए, ऐसा कहा. അത് തെറ്റല്ല. वो गलत नहीं था. ആ വ്യക്തി നല്ല മനുഷ്യൻ തന്നെയാണ്. वो व्यक्ति अच्छा एक व्यक्ति था. ഇവിടെയാണ് ആത്മീയൻ എന്ന് പറയുന്നവന്റെ തെറ്റ് വെച്ചുന്നത്. लेकिन जो आत्मिक है ऐसा कहने वाले व्यक्ति में गलती क्या होती है? അങ്ങനെയുള്ളവരെ നമ്മൾ വേർതിരിച്ചങ്ങ് മാറ്റും. हम क्या करते हैं, उससे अलग रखते हैं. അതുകൊണ്ട് സഭയിൽ അങ്ങനെയുള്ളവരെ വേർതിരിവ് പാടില്ല. നിന്നിൽ ആത്മാവുണ്ടെങ്കിൽ അതിനെ അഴിക്കാൻ നീ അധികാരം പ്രാപിക്കണം. कलीसिया में वो भिन्नता होना नहीं चाहिए. आप में यदि पवित्र परमेश्वर का अधिकार है तो आप उस बंधन को तोड़िए. അത് അവന്റെ കുഴപ്പമല്ല, അതിന്റെ പിന്നിൽ വ്യാപാരിക്കുന്ന സാത്താന്യ ശക്തിയുണ്ട്, അതിനോടാണ് നിനക്ക് പോരാട്ടമുള്ളത്. आपका जो प्रॉब्लम है वो उसके अंदर उस मनुष्य के शरीर में जो दुष्ट आत्मा है उसके प्रति है आपका. നിന്റെ പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളും സ്വലോക സേനാധിപതികളോട്. നീ അതിനെയാ പോരാടിക്കേണ്ടത്. आपकी जो लड़ाई है वो इस दुष्टात्मा की शक्तियों के खिलाफ है, मनुष्य के प्रति नहीं. ചില സമയങ്ങളിൽ നമ്മളിൽ തന്നെ നമ്മൾ അറിയാതെ വ്യാപരിക്കുന്ന അന്ധകാര ശക്തിയെ നീ തിരിച്ചറിഞ്ഞാൽ ഇന്ന് പകൽ ആ കർത്താവിന്റെ മുമ്പിൽ കീഴടങ്ങ്. ഉയരത്തിലൊരു അഭിഷേകം നിന്റെ മേൽ പകരപ്പെടാൻ പോകുക. നീ ഇന്ന് പകൽ ഇവിടുന്ന് വിടുതൽ പ്രാപിച്ചേ പോകാൻ കഴിയത്തുള്ളൂ ഇതിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ടാൽ. यदि आप अपने आप को इसके सामने अपना समर्पण करोगे तो आप इसमें एक छुटकारा पाकर ही परमेश्वर आपको छोड़ेंगे यहाँ से. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? कितने लोग विश्वास करते हैं? ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 10:3-5 വാക്യങ്ങളിൽ വായിക്കേണ്ട നമ്മുടെ ആയുധമോ ജഡീകങ്ങളല്ല. പറഞ്ഞേ ബാക്കി. കോട്ടകളെ ഇടിപ്പാൻ, ഒന്ന് പറഞ്ഞേ, ശക്തിയുള്ളവ നമ്മുടെ ആയുധങ്ങൾ. क्योंकि हमारी लड़ाई है हथियार शारीरिक नहीं. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ഒന്ന് പറഞ്ഞേ, സഭ ഒരുമിച്ച് പറഞ്ഞേ. हम एक साथ कहेंगे क्योंकि हमारी लड़ाई हथियार शारीरिक नहीं. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ पर घड़ों को ആ മനുഷ്യനോടല്ല, ജഡത്തോടല്ല, ജഡീകങ്ങളല്ല, हमारा किसी जड़ के साथ नहीं, കോട്ടകളെ ഇടിപ്പാൻ लेकिन उस घड़ों को ദൈവസന്നിധിയിൽ ശക്തിയുള്ളവയാണ്. परमेश्वर के द्वारा सामर्थ्य അത് है. തിരിച്ചറിയുന്ന ദൈവമല്ലേ? कितने लोग उसे समझ നീ पा रहे हैं? ആരാണെന്ന് ഇന്ന് പകൽ തിരിച്ചറിയുക. आप क्या हो आप ये समझ लीजिए. ദൈവം നിന്റെ അകത്ത് തന്നിരിക്കുന്ന അഭിഷേകം, परमेश्वर ने जो अभिषेक आपको അത് दी है കോട്ടകളെ ഇടിക്കാനുള്ളതോ, वो सारे घड़ों को ढा देने നിന്റെ वाली മുമ്പിലുള്ള പ്രതിസന്ധികളെ ജയിക്കാനുള്ളതോ. आपके सामने वाले सारे बंधनों को ഈ तोड़ने वाले. അഭിഷേകത്തെ തിരിച്ചറിയുന്ന ദൈവമക്കൾ അടങ്ങിയിരിക്കരുത്. जो ये अभिषेक को पहचानते हैं वो शांति से ना ഓ, बैठे. പിശാചിന് ഇടം കൊടുക്കരുത്. शैतान को आप जगह मत दीजिए. പിശാച് എത്ര കോട്ടകൾ കെട്ടിയാലും നിനക്കതിനെ ജയിക്കാൻ കഴിയും. शैतान कितना भी गढ़ बनाए लेकिन वो आप उसे पहचानिए. നിന്റെ മാനസികമായ കോട്ടകൾ ഇടിഞ്ഞു മാറട്ടെ. सारे मानसिक तौर से जो घड़ों को आपने बनाया उसे നിന്റെ आप ബുദ്ധിയിൽ അത് സ്വീകരിക്കാൻ കഴിയാതെ വെച്ചിരിക്കുന്ന കോട്ടകൾ ഇടിയട്ടെ. आपके बुद्धि से आप वो समझ नहीं पा रहे हो. ഇത് പരിശുദ്ധാത്മാവി വചനത്തിന്റെ ശക്തി വെളിപ്പാട് ഇന്ന് പകൽ ഇത് വ്യാപരിച്ചുകൊണ്ടിരിക്കുക.
ദൈവത്തിന്റെ ആഗ്രഹം നീ വളരണം, നീ വളരണം. God's plan, you must have to grow. നീ ചൈതന്യം പ്രാപിക്കണം, നീ ചൈതന്യം പ്രാപിക്കണം. നീ ജീവനോടിരിക്കണം, ജീവനോടിരുന്ന് ദൈവത്തിന്റെ പ്രവൃത്തികൾ വണ്ടിക്കണം. അതാണ് ദൈവത്തിന്റെ പദ്ധതി, അതാണ് ദൈവത്തിന്റെ പ്ലാൻ. Come on, come on, come on, come on. നീ നിന്നോട് തന്നെ പറഞ്ഞോ, പ്രവചിച്ചോ, ആലോചിച്ചോ, പറഞ്ഞോ. നീ ഏറ്റെടുത്തോ, ഏറ്റെടുത്തോ. ആരും ആരാധിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, അവനെ ദൈവം ബന്ധിക്കട്ടെ. നീ ബന്ധനത്തിൽ നിന്ന് പുറത്തു വരണം, ബന്ധനത്തിന് പുറത്തു വരണം. നീ ബന്ധനത്തിന് പുറത്തു വാ. അടുത്തിരിക്കുന്നവർ കൈയടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, നീ പുറത്തു വാ, നീ പുറത്തു വാ. ഓ ദൈവ പിശാചിന്റെ സ്ട്രോങ് ഹോൾസിനെ നീ തകർക്ക, തകർക്ക. ഈ വചനം വെച്ച് തകർക്ക. എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് വളരാനാ, എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് വളരാനാ, എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് ചൈതന്യം പ്രാപിക്കാനാ. ഹോ ഹോ ബുദ്ധിയുടെ പ്രമാണങ്ങൾ മാറ്റിവെച്ച്, തുടരുത്, പിടിക്കരുത്, കുടിക്കരുത് എന്നുള്ള എല്ലാ പ്രമാണങ്ങളും മാറ്റിവെച്ചിട്ട് ആത്മാവിന്റെ പ്രമാണത്തിന്, ആത്മാവിന്റെ പ്രമാണത്തിന് ജഡത്തെ ഉയർത്തുന്ന എല്ലാ ശക്തികളെ എടുത്തു മാറ്റി കർത്താവിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക. Come on, come on, come on, come on, come on. Rikamana balamana dalagada gaduri gadagala dalabala vauri. അതിബിലി ഘടക ചില കുടുംബങ്ങളെ ദൈവം പണിതെടുക്കുന്നു. അസാധാരണമായ ചില കുടുംബങ്ങളെ ദൈവം പണിതെടുക്കുന്നു. ചില വ്യക്തികളെ ദൈവം പണിതെടുക്കുന്നു. നിന്റെ കൂടെ ഇരിക്കുന്നവരുടെ നിറത്തെക്കാൾ, സൗന്ദര്യത്തെക്കാൾ, അവരുടെ വിദ്യാഭ്യാസത്തെക്കാൾ, അവരെ പിടിക്കാവുന്നതിനേക്കാൾ അപ്പുറമായി ദൈവം നിന്നെ മുമ്പിൽ അയക്കാൻ പോകുക. ഓ റബലബ ചിലർ നേടി എന്ന് വിചാരിച്ചിരിക്കുന്ന ചില ജഡത്തിൽ പ്രൊമോട്ട് ചെയ്യുന്ന സെൽഫ് റിലീജിയനുകളെ ദൈവം അവിടെ മാറ്റി നിർത്തിയിട്ട് ആത്മാവിന്റെ പ്രമാണത്തിന് വേണ്ടി വിത്ത് കൊടുക്കുന്ന ചിലവരെ ദൈവം മുമ്പോട്ട് കൊണ്ടുവരും, മുമ്പോട്ട് കൊണ്ടുവരും. This is a living church founded on the living Christ. Ho rabalama shamdana hadalamana dhana siyamdala gadagatuni atuni digalagadaga. ഈ വചന വെളിപ്പാട് ആരാധിച്ചു നീ ഏറ്റെടുത്തോണം, ആരാധിച്ചു നീ ഏറ്റെടുത്തോണം. ജയിച്ചോണം, ജയിച്ചോണം എല്ലാ മേഖലകളിലും. നിനക്ക് ഇനി സമയമില്ല മറ്റുള്ളവരുടെ കൂട്ടുകൂടി ഡിസോലറ്റഡ് ആകാനുള്ള സമയമില്ല. നീ മുമ്പോട്ട് വാ, മുമ്പോട്ട് വാ, മുമ്പോട്ട് വാ. ആരും എന്തും പരിഹസിച്ചോട്ടെ, ആരും എന്തും കുറ്റം പറഞ്ഞോട്ടെ, ആരെല്ലാം നിന്നെ വിട്ടുപോയിക്കോട്ടെ, കുഴപ്പമില്ല. നീ ഒറ്റയ്ക്കാണെങ്കിലും പരിശുദ്ധാത്മാവ് നിന്നോട് കൂടെയുണ്ട്. പണിയുന്നവൻ കൂടെയുണ്ട്, സകലത്തിലും ചൈതന്യം തരുന്നവൻ കൂടെയുണ്ട്. യെസ് യെസ്. ബഹുകാലമായി ബഹുകാലമായി ഇതിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുക, ബഹുകാലമായി വളരാൻ കഴിയാതെ പിടിച്ചു വെച്ചിരിക്കുക. നിന്റെ ബുദ്ധിയെ, മനസ്സിനെ, ചിന്തകളെ, കൂട്ടുകാരെ, സഹോദരങ്ങളെയും വെച്ച് നിന്നെ ബന്ധിച്ചിരിക്കുക. ആ ബന്ധനത്തെ ഇന്ന് പകൽ അറുത്തുമാറ്റ്, യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഇതാണ് വചനത്തെ ശക്തികേറിയാൽ നിനക്ക് പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. ദൈവാത്മാവ് ക്രിയ ചെയ്താൽ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. അല്ല, ഞാനൊരു വാക്കുകൂടെ വായിച്ചു നിർത്താൻ പോകുക. एक और वचन को हम जल्दी पढ़ेंगे. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ആണെന്ന് തോന്നുന്നു, അതിന്റെ 29 വാക്യം 8. ഹല്ലേലൂയ. ഇതിനൊരു കുഴപ്പമുണ്ട്, ഇതിനൊരു കുഴപ്പമുണ്ട്. ഇത് കേറി കഴിഞ്ഞാൽ ഇതിനൊരു കുഴപ്പമുണ്ട്. അതിനെ നമ്മൾ പലപ്പോഴും nowadays we are naming it as a spiritual loneliness. No. हालेलुया. इसमें एक कमी है कि हम कभी कहेंगे कि आत्मिकता में हम अकेले हैं क्या? അല്ല, അതിനു മുമ്പേ അത് 29 വാക്യം. Would you please read it loudly? Yes. നോക്കി, അത് വളരെ കാലമായി അതിനെ ബാധിച്ചിരുന്നു. അടുത്ത വാക്യം. ബന്ധിച്ച് എന്ത് ചെയ്തു? ഈ വാക്കുകളൊക്കെ നോക്കണം. ബഹുകാലമായിട്ട് ഈ ചിന്തയിൽ നിന്ന് പുറത്തു വരാൻ പറ്റത്തില്ല. ഞാൻ പിടിച്ച മുയലിനാണ് 2 കൊമ്പ്. ഞാൻ പറഞ്ഞ കാര്യമാണ് സത്യം. कई सालों से उसे बंधित रखा था. आप अपने वचन बाइबल में पढ़ सकते हैं और वो यही कहेंगे कि मैंने जो कहा वही सही है, बाकी सब गलत है. ഇങ്ങനെ പിടിച്ചു വെക്കുന്ന ദുരാത്മാവിന്റെ ശക്തിയാ. और ये ऐसा यदि आप कह रहे हैं तो वो दुष्टात्मा का शक्ति है. ആദ്യം മാനസികമായ ശക്തി വരുമ്പോൾ അത് സത്യമാ. പക്ഷേ അതിനെ ദൈവസന്നിധി സമർപ്പിക്കാതെ നീ നിന്റെ തന്നെ ഒരു തോട്ട് ഉണ്ടാക്കി അതിനൊരു ആൻസർ ഉണ്ടാക്കി, what I believe is the
റൈറ്റിംഗ് എന്ന് പറഞ്ഞ് ബഹുകാലമായി വെച്ച് സൂക്ഷിച്ചു വെച്ചാൽ അതിനെ ഡാർക്ക് ഏരിയ എന്ന് പറയും, ഗ്രേ ഏരിയാസ്. Nobody can touch it, nobody can release it until you yourself welcome the Jesus Christ in your life. You want something, hallelujah. നിനക്ക് ചില വിടുതലുകൾ വേണമെങ്കിൽ നീ യേശുവിനെ വിളിച്ചു വരുത്താൻ തയ്യാറാകണം. എങ്കിൽ മാത്രമേ കർത്താവിന് അത് തൊടാൻ പറ്റത്തുള്ളൂ. No pastor can, no prophecy can release you until unless you get ready for that. आप यदि चाहते हो उस बंधन से बाहर निकलना, तो फिर आप अपने आप कहिए, यीशु मसीह आप मेरे जिंदगी में आइए. नहीं तो कोई पादरी या फिर कोई भविष्यवक्ता आपको छू कर उसमें कुछ नहीं कर सकता. Hallelujah. കഴിഞ്ഞ ശനിയാഴ്ചത്തെ മീറ്റിംഗിലാണെന്ന് തോന്നുന്നു, ഈ ശനിയാഴ്ചത്തെ മീറ്റിംഗിന് യെസ് ഡെലിവറൻസ് ഇങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ ശക്തമായി വ്യാപരിക്കുന്നത് കണ്ടപ്പോൾ രാത്രിയിൽ ഹല്ലേലൂയ മീറ്റിംഗിന് ഇങ്ങനെ ദൈവാത്മാവ് ഹല്ലേലൂയ വ്യാപരിക്കുന്നത് കണ്ടപ്പോൾ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ ഒരു വ്യക്തിയെ തൊടണമെന്ന് ദൈവാത്മാവ് എൻ്റെ പ്രേരണ തന്നു. हमारे गए शनिवार के मीटिंग में जब घर पर फास्टिंग प्रेयर की बात कर रहे तो पवित्र आत्मा ने पादरी से कहा कि किसी व्यक्ति को छूने के लिए അതിശക്തമായിട്ട് ദൈവാത്മാവ് എന്നോട് പറയുക. पवित्र आत्मा ने बहुत ही सामर्थ के साथ कहा कि तुम जाकर उन पर छुओ. അവനെ തൊട്ടത് ആ വ്യക്തിയെ തൊട്ടതും അവൻ താഴെ അടിച്ച് നിലത്തടിച്ച് താഴെ വീഴുക. उस व्यक्ति को छूते ही वो व्यक्ति नीचे गिर गया. ഹല്ലേലൂയ. ഇന്ന് പകൽ അങ്ങനെ ദൈവത്തിന്റെ ചില ഡെലിവറൻസ് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? നീ സമർപ്പിക്കുകയാണോ, ദൈവം നീ വിചാരിക്കാത്ത ചില മേഖലകളെ കെട്ടുപൊട്ടിച്ച് പുറത്തു കൊണ്ടുവരും. यदि आप ऐसे किसी भी विषय में आप छुटकारा चाहते हैं तो आप अपने आप को उसमें समर्पण करो. परमेश्वर आपको उसमें आज छुटकारा देंगे, आपको स्वतंत्रता देंगे. ഞാൻ പിന്നീട് ആ വ്യക്തിയോട് ഒരു കാര്യം പറഞ്ഞു. उसके बाद मैंने उस व्यक्ति से एक बात कही, ഇന്ന് നീ ഒരു സൗഖ്യം നീ വിടുതൽ കണ്ടു. आज तुमने एक छुटकारा पाई है. യെസ്. ഇനിയും നിനക്ക് അടുത്ത സൗഖ്യത്തിലേക്ക് അടുത്ത രീതിയിലേക്ക് കർത്താവ് വളർത്തണമെങ്കിൽ ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. और यदि इसी में तुम बढ़ना चाहते हो वो तुम्हारी रिस्पांसिबिलिटी है, तुम अपने आप निर्णय लोगे. ഇവിടുന്ന് പോയിട്ട് നീ കല്ലറകളിലും ബഹുകാലമായിട്ട് നീ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഇപ്പോഴും അതിനെ സ്വാതന്ത്ര്യം കൊടുത്താൽ, അതുകൊണ്ട് എഫേസ്യ ലേഖനം 4:27 വാക്യത്തിനകത്ത് പറയുന്നുണ്ട്. 4:27 इफिसियों की पत्री 4 के 27 3:27 4:27 ആണ്. 4:27 പിശാചിന് എന്ത് ചെയ്യരുത്? शैतान को स्थान मत दो. എവിടെ ഇടം കൊടുക്കുന്ന? നീ ഇടം കൊടുത്താൽ അവൻ കയറി വരും. आप जगह बनाओगे तो शैतान वहां पर आ जाएगा. അതുകൊണ്ട് ചിലര് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു വിടും. പിന്നെ അതിന്റെ മേലിൽ നമുക്കൊരു കാര്യമില്ല. unless he comes to God, unless he prepared, unless he make himself a readiness, അവൻ ശ്രമിക്കാതെ അതൊരു വിടുതൽ കിട്ടത്തില്ല. इसलिए लोग हमसे प्रार्थना करवाएं, हम प्रार्थना करके छोड़ देंगे, लेकिन जब तक आप अपना निर्णय नहीं लोगे तब तक आप उसी बंधन में रहोगे. എന്നെ കേൾക്കുന്ന യൗവനക്കാരെ, കുഞ്ഞുങ്ങളെ, ഇത് നിങ്ങൾ നിസാരമായിട്ട് ബഹുകാലമായിട്ട് കൊണ്ടു നടക്കുന്നെങ്കിൽ ഇത് നിങ്ങൾക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാതെ ദുരാത്മാവ് നിന്റെ ഭാവിയെ കെട്ടും. നിനക്ക് പോലും പുറത്തു വരാതെ കഴിയാതെ നിന്നെ അതിനകത്ത് ആ ഗ്രേ ഏരിയാസിനകത്ത് ഒതുക്കിക്കളയും. मेरे प्रियजनों, युवकों, युवतियों, यदि आप उसे पहचान कर आज निकलना चाहते हो तो आप निर्णय लीजिए. नहीं तो आप कल करूंगा कैसे आगे बढ़ोगे तो आप उस बंधन में आपकी पूरी जिंदगी खत्म हो ആ जाएगी. വാക്യം ആ ബഹുകാലമായിട്ട് ബന്ധിച്ച് എന്ത് ചെയ്തു? ഒന്ന് പറഞ്ഞേ, എല്ലാവരും ഒന്ന് പറഞ്ഞേ. സൂക്ഷിച്ചിരുന്നിട്ടും ഇതെല്ലാം ഉണ്ടായിട്ടും കർത്താവ് അവനെ വിടുവിച്ചു. ये Yes सब or कुछ no? होने पर भी यीशु ने उस व्यक्ति को छुटकारा दिया. Yes or no? दिया था ना. ഇതെല്ലാം ഉണ്ടായിട്ടും അവനെ യേശു വിടുവിച്ചില്ലേ? ये सब कुछ होने के बावजूद यीशु ने उसे छुटकारा കാരണം दिया. അവന് നല്ലൊരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. क्योंकि उसमें एक अच्छा एक गुण था. ആ മനുഷ്യന്റെ ആ ക്വാളിറ്റി അവനുണ്ടായിരുന്നു. वो एक अच्छा एक गुण क्या था? യേശു വന്നപ്പോൾ യേശുവിനെ സ്വീകരിച്ചു. यीशु जब आए तो यीशु को उसने स्वीकार किया. ഹല്ലേലൂയ. മനസ്സുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ കുളക്കരയിൽ കടയിൽ കിടക്കുന്നവന് അവൻ ഇതാ സമർപ്പിച്ചു. जब तुम्हें इच्छा है ऐसा यीशु ने पूछा तो वो जो पानी के पास में पड़ा हुआ व्यक्ति ने कहा कि हाँ मुझे यीशु इच्छा है. ഇന്ന് പകൽ നീ ശ്രമിക്കുന്നവനാണെങ്കിൽ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ട ചില മേഖലകളിൽ ദൈവം നിനക്ക് വിജയം തരാൻ പോകുകയാണ്. आप यदि प्रयत्न कर रहे हो, आप प्रयत्न कर भी आप हार गए हो तो यीशु कहता है कि मैं तुझे मदद करूंगा. അത് ചിലപ്പോൾ ലോകമായിരിക്കാം, പാപമായിരിക്കാം, എന്തുമായിക്കോട്ടെ. ചില അശുദ്ധാത്മാവിന്റെ ശക്തി നീ ശ്രമിച്ചിട്ടും ജയിക്കാൻ പറ്റാത്ത ചില മേഖലകളെ ദൈവം നിന്നെ കൈക്ക് പിടിച്ച് ജയിപ്പിച്ചു കയറ്റാൻ പോകുകയാണ്. चाहे वो दुनिया की विषय हो, चाहे दुष्ट आत्मा की कोई बंधन हो, परमेश्वर आज आपको हाथ देंगे ताकि आप उसमें से बाहर निकल आओ. അവിടെ പറയുന്ന ഒരു വാക്ക് ശ്രദ്ധിക്കുക. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേൽക്കാം. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ ബെൻസ.
आप कृपया खड़े हो जाएं। ബന്ധിച്ച് സൂക്ഷിച്ചിരുന്നിട്ടും അവൻ ബന്ധനങ്ങളെ തകർക്കുകയും ഭൂതം അവനെ കാടുകളിലേക്ക്. എല്ലാവരും ഒന്ന് പറഞ്ഞ പാട്ടുകാരെല്ലാം ഒരുക്കോ ആ പാട്ടെടുത്തോ. ഇനി ഞാൻ പറഞ്ഞിട്ട് പാടാൻ നിൽക്കരുത്. നല്ല ഇൻസ്ട്രുമെന്റ്സ് എല്ലാം വായിച്ചു തുടങ്ങിയാണ്. ഒരു കാര്യമേ ഉള്ളൂ, ഇൻസ്ട്രുമെന്റ്സ് വായിക്കുമ്പോഴും നിങ്ങളുടെ കഴിവിലല്ല വായിക്കുന്നത്, നിങ്ങളുടെ തോട്ടിലല്ല. സമയം പോകട്ടെ. ഈ ഒരു പാട്ടിന്റെ ഈരടികൾ മാത്രം ഒന്ന് പാടി ആത്മാവിൽ ആരാധിച്ച് നിർത്താം, പെട്ടെന്ന് നിർത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചന വെളിപ്പാട് കേറിയവർ ഇതിനകത്തിരിപ്പുണ്ട്. അവർക്ക് ഇന്ന് പകൽ വിടുതല. ഈ ഒറ്റ വാക്ക്, ഭൂതം അവനെ എവിടെ കൊണ്ടുപോയെന്നാ? കാടുകളിലേക്ക്. ഉറക്കെ പറഞ്ഞോ, കാടുകളിലേക്ക് എന്ന് പറഞ്ഞ അവനെ ഓടിച്ച് കാട്ടിനകത്ത് കയറ്റുക. उसे दौड़ाकर उसे झाड़ियों में लेकर जाता था ये. അതായത് മനുഷ്യവാസമില്ലാത്ത ലോൺലിനെസ്, കാട്ടിനകത്ത് ഇരുട്ട് അന്ധകാരം പിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങളിലേക്ക് പിന്നെയും അവനെ കൊണ്ടുപോവുക. उसका अर्थ ये कि जहां पर लोग नहीं रहते वैसे अंधेरे के जगहों पर उसे वो दुष्ट आत्मा लेकर जा रहा था. ഒരു തെറ്റിൽ നിന്ന് അടുത്ത പിശാചിന്റെ അന്ധകാരം കുടിയേറി പാർത്തിരിക്കുന്ന വാഴ്ചയുള്ള അതിനകത്തേക്ക് അവനെ കോടിച്ചു കൊണ്ട് കയറ്റും. एक गलती के बाद दूसरी गलतियों के लिए जहां पर शैतान का अधिकार है वहां पर उसे धकेल दिया जा रहा था. അങ്ങനെ അന്ധകാരം കേറി മൂർച്ഛിച്ചിരിക്കുമ്പോഴാണ് ഇനി സ്നാനപ്പെട്ടവനാന്ന് പറഞ്ഞാലും അപ്പനെ അമ്മയും വെട്ടിക്കൊല്ലുന്നത്. और इतनी अंधकार में आप जकड़े रहोगे तो आपने चाहे बपतिस्मा भी लिया हो तो भी आप गलत काम जरूर करोगे. ഇതിന്റെ അവസാനം എന്താണെന്ന് അറിയാമോ? നീ മറ്റുള്ളവരെ കൊല്ലും, നിന്നോട് ചേർന്നിരിക്കുന്നവരെ കൊല്ലും, നിന്നെയും നീ അത് നശിപ്പിക്കും. और उसका अर्थ ये कि आपके साथ जो लोग हैं उन्हें भी आप नाश करोगे. ഈ കാട്ടിനകത്ത് ഇരുട്ട് കിടക്കുകയാ. और जंगलों में अंधेरा है. അന്നേരം പറഞ്ഞാൽ ഒന്നും കേൾക്കത്തില്ല. ഒരു തെറ്റിൽ നിന്ന് അടുത്ത തെറ്റിലേക്ക് കാട്ടിനകത്ത് ഓടി ചെല്ലുകയാ. एक गलती के बाद दूसरी गलती के लिए बस अपना कदम आप बढ़ाते ही जाओगे. അവൻ ജനവാസമുള്ള ആൾക്കാരെ എല്ലാം വിടും. और जहां पर लोग इकट्ठा होते हैं वहां से सब आप अलग ही रहोगे. അവിടെ ആൾക്കാരെ പ്രോസ്പർ ആകുന്നു, വളർച്ച പ്രാപിക്കുന്നുണ്ട്. वहां पर लोग बढ़ोतरी पा रहे हैं. അവിടെ ജനം ഹല്ലേലൂയ കർത്താവിൽ നിന്ന് ചൈതന്യം പ്രാപിക്കുന്നുണ്ട്. और वो परमेश्वर से आशीष पा रहे हैं. ആ കൂട്ടായ്മയിലേക്ക് അടുപ്പിക്കാതെ ഹല്ലേലൂയ ഇപ്പോൾ പിശാചിനെ നിയന്ത്രിച്ച് കാട്ടിനകത്തേക്ക് ഓടിച്ചു കയറ്റുക. वो किसी भी संगति में आपको पास में लाए बगैर शैतान आपको अकेलेपन में लेकर ഈ വെളിപ്പാട് എത്ര പേർക്ക് കിട്ടുന്നുണ്ട്? कितने लोग वो समझ पा रहे हैं? ദൈവത്തിലേക്ക് അടുപ്പിക്കാതെ, ദൈവിക കൂട്ടായ്മയ്ക്ക് കൂടുവരവുകൾക്ക് സഹോദരങ്ങളോടും അടുപ്പിക്കാതെ നിന്നെ ഭിന്നിപ്പിക്കുന്ന ആത്മാവുണ്ടല്ലോ, അത് നിന്റേതല്ല, അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ദുരാത്മ ശക്തിയാണ്. आप अपने दोस्तों से, आपके भाइयों से, बहनों से संगति में ना रहे, वैसे अगर शैतान आपको तैयारी कर रही है तो उसका अर्थ कि आप बंधन में हो. നിന്നെ വിളിക്കുന്ന ആത്മീയനായിരിക്കാം, പക്ഷേ ദൈവം പറയുന്നു നീ ബന്ധനത്തിനകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. लेकिन आप बंधन में हो. ഇന്ന് പകൽ ദൈവത്തിന് ചിലവരെ വിടുവിക്കാൻ ആഗ്രഹമുണ്ട്. परमेश्वर कई लोगों को उसमें से निकालना എത്ര चाहता है. വില കൊടുത്താണെങ്കിലും ആ കൂട്ടു ബന്ധങ്ങൾ വിട്ടുകളാ. कितना भी आपको भाव देना, आप उसमें से बाहर निकल. കർത്താവിനെ സ്വീകരിക്കാൻ ഓടി വന്നാട്ടെ. परमेश्वर को स्वीकार करने आप दौड़ के आइए. ഈ വചനത്തെ ഹല്ലേലൂയ മറ്റു ചിന്തകൾ ചിന്തിക്കാതെ എനിക്കുള്ളതാണെന്ന് പറഞ്ഞ് ഏറ്റെടുത്താട്ടെ. आप ये वचन को मेरे लिए है करके आप स्वीकार करके परमेश्वर എല്ലാ കണ്ണുകളും അടഞ്ഞാട്ടെ, എല്ലാ കണ്ണുകളും അടഞ്ഞാട്ടെ. सारे आंखों को बंद